ബിഗ് ബുക്കിലെ അധ്യായം 3 മദ്യാസക്തിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പരിഹാരം എന്ന് കണ്ടു. കൂടുതലായിട്ട് ഒന്നാംപടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മദ്യാസക്തി എങ്ങനെയാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്നുമാണ് ഈ അധ്യായത്തിൽ ശരിക്കും പരിശോധിക്കുന്നത്. അതിൻ്റെ തുടക്കം തന്നെ വളരെ രസകരമായിട്ട് നമ്മളുടെ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ രീതി, ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയിട്ടും പലപ്പോഴായിട്ട് മദ്യാസക്തരാണെന്ന് സമ്മതിക്കാൻ നമുക്ക് പറ്റാറില്ല. അപ്പോൾ കൂട്ടായ്മയിൽ എത്തുന്നതിന് മുന്നേ ഈ ബുക്ക് എഴുതിയ കാലഘട്ടത്തിൽ 100ഓളം പേരാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആളുകൾക്കൊക്കെ തന്നെ ആ സമയത്ത് ഞങ്ങളെല്ലാവരും ആ രീതിയിൽ മദ്യാസക്തരാണെന്ന് സമ്മതിക്കാൻ തയ്യാറുള്ളവരായിരുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമുക്ക് പലർക്കും ഉണ്ടായിരുന്ന പോലെ തന്നെ. കാരണം മറ്റ് ആളുകളെപ്പോലെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും നമ്മൾ വ്യത്യസ്തരാണ് എന്ന് കരുതാൻ ആരും ഇഷ്ടപ്പെടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റാളുകളൊക്കെ കുടിക്കുന്നുണ്ട്, സോഷ്യൽ ഡ്രിങ്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയില്ല, എനിക്കും നിയന്ത്രിക്കാൻ പറ്റുമെന്ന ആ ധാരണ തന്നെയാണ് നമുക്ക് തുടക്കത്തിലൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നവരെയൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അന്നത്തെ കാലത്ത് അംഗങ്ങൾ പറയുന്ന കാര്യമാണ്, മറ്റുള്ളവരെ പോലെ കുടിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയ എണ്ണമറ്റ വിപുല ശ്രമങ്ങൾ ഞങ്ങളുടെ മദ്യപാന രോഗത്തിൻ്റെ ലക്ഷണമായതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കുറേ രീതിയിൽ നോക്കാം, എത്രയോ മോശമായ അനുഭവങ്ങൾ ഓരോ കുടിയുടെ സമയത്ത് ഉണ്ടായിട്ടും അല്ലെങ്കിൽ അമിതമായി മദ്യപിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായി. ഇടയിൽ ഗ്യാപ്പ് വരുമ്പോൾ ബിഞ്ച് ഡ്രിങ്കേഴ്സിനൊക്കെ അത് നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം ആ കുടി നിയന്ത്രിക്കാമെന്നൊരു ധാരണ കൊണ്ട് തന്നെയാണ് ഇത്രയും ഉണ്ടായ മോശം അനുഭവങ്ങളെയൊക്കെ മറന്നുകൊണ്ട് വീണ്ടും നമ്മൾ ആ മദ്യം കഴിക്കാൻ വേണ്ടി പോകുന്നത്. 6 മാസം 3 മാസം 2 മാസമൊക്കെ നിർത്തുന്ന ആളുകളുണ്ടാവും. പല രീതിയിലാണ് ബിഞ്ച് ഡ്രിങ്കേഴ്സിൻ്റെ അവസ്ഥ. പക്ഷേ ഇവർക്കൊക്കെ അടുത്ത ഒരു കുടി തുടങ്ങുമ്പോൾ കഴിഞ്ഞ പോലെയല്ല എന്ന ഒരു ധാരണയിൽ തന്നെയാണ് കുടി തുടങ്ങുക. എൻ്റെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഓരോ 6 മാസം കഴിഞ്ഞ് കുടിക്കുന്ന സമയത്തും കഴിഞ്ഞ 6 മാസത്തെ ഉണ്ടായ പോലെ ആവില്ല, ഇപ്രാവശ്യം എനിക്ക് ആ നിയന്ത്രണം വീണ്ടെടുക്കാൻ പറ്റുമെന്ന ആ ഒരു ധാരണ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അസാധാരണമായ ഒരു മദ്യപാനാസക്തൻ്റെ ചിരന്തന ചിന്തയാണ്. അപ്പോൾ അത് ഇനിയും നമ്മുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ എത്തിപ്പെട്ട അംഗങ്ങളെ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ അവർ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മളത് 1935 ശേഷം 39 ഈ പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇന്നും നമ്മുടെ കൂട്ടായ്മയിലെത്തുന്ന ആളുകളുടെയും നമ്മുടെയൊക്കെ ഏകദേശ സ്ഥിതിയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ പലപ്പോഴും ഇത് മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചിന്തയല്ല. സോഷ്യൽ ഡ്രിങ്കേഴ്സ് ആയിട്ടുള്ള ആളുകളും എപ്പോഴും അല്ലെങ്കിൽ ഡെയിലി മദ്യം ഉപയോഗിച്ചാലും അത് അവരെ ബാധിക്കാതെ പിറ്റേ ദിവസം പണിക്ക് പോകാനും അവർക്ക് വേണച്ചാൽ നിർത്താനും കുപ്പിയുടെ അടപ്പടയ്ക്കാനും അറിയുന്ന ആളുകളൊക്കെ പലപ്പോഴും നമ്മളെ പരിഹസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റുമെന്ന ആ ഒരു തെറ്റായ ധാരണ തന്നെയാണ് പലപ്പോഴും പല ആളുകളും വീണ്ടും വീണ്ടും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലൊക്കെ വന്നിട്ടും ഒന്നില്ലെങ്കിൽ പ്രാന്തിൻ്റെ അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മരണത്തിലേക്കോ എത്തുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിന് ഒരൊറ്റ കാര്യം മാത്രമാണ് പ്രധാനമായിട്ട് വേണ്ടത് എന്ന് പ്രോഗ്രാമിനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഒന്നാമത്തെ പടിയുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് പിന്നീട് പറയുന്നത്, ഞങ്ങൾ മദ്യപാനാസക്തരാണ് എന്ന് ഞങ്ങളുടെ മനസ്സിൻ്റെ അഗാധതയിൽ പൂർണ്ണമായും സമ്മതിക്കേണ്ടിയിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇതാണ് രോഗവിമുക്തിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. ഇപ്പോൾ ഒന്നാമത്തെ പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മദ്യപാനാസക്തരാണ് എന്ന് നമ്മൾ അഗാധതയിൽ മനസ്സിൻ്റെ അഗാധതയിൽ പൂർണ്ണമായും സമ്മതിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. പൂർണ്ണമായും സമ്മതിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ
നമ്മൾ വെറുതെ സമ്മതിച്ചാൽ പോരാ, അത് പൂർണ്ണമായിട്ട് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ മാർഗം നമ്മൾ നോക്കും. അത് ഉറയ്ക്കാത്തത് കൊണ്ടാണ് ഈ റിലാപ്സുകൾ ഉണ്ടാവുന്നതും, അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയുടെ സന്ദേശം കിട്ടുന്നതിന് മുന്നേയൊക്കെ നമ്മൾ കുടിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പടി നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രോഗവിമുക്തിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ നിൽക്കാനായിട്ടും ഈ പറയുന്ന മദ്യത്തിൽ നിന്ന് വിടുതൽ നേടുന്നതിനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു മദ്യാസക്തനാണ് എന്ന് പൂർണ്ണമായിട്ടും ഞാൻ സമ്മതിക്കണം എന്നുള്ളതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഈ മദ്യം എന്ന് പറയുന്നത് ഒരു തുള്ളി പോലും കഴിക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണമായിട്ടും സമ്മതിക്കണം. അതുതന്നെയാണ് വിമുക്തി, നമുക്ക് രോഗവിമുക്തി നേടാനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. ആ ഒരു ബോധമാണ് പിന്നീട് ഒരു തുള്ളി പോലും മദ്യം കഴിക്കാൻ എന്നെ കൊണ്ടാകില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് വീണ്ടും മദ്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള നമ്മളുടെ ആദ്യത്തെ ശ്രമം എന്ന് പറയാം. പിന്നീട് അമിത മദ്യപാന രോഗികളായ സ്ത്രീ പുരുഷന്മാരായ ഞങ്ങൾ കുടിയിൽ നിയന്ത്രണം പാലിക്കാൻ കഴിവ് നഷ്ടപ്പെട്ടവരാണ്. നമ്മൾ ആ ഒരവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട്, ആരാണെങ്കിലും മദ്യാസക്തനായ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരിക്കൽ മദ്യാസക്തനായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കുടിയുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. എത്ര കാലം കഴിഞ്ഞാലും എന്നാണോ അവസാനത്തെ കുടി കുടിച്ചത്, അല്ലെങ്കിൽ കുറേ കാലം നിർത്തുന്ന ബിഞ്ച് ഡ്രിങ്കേഴ്സിനൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. കുറേ കാലഘട്ടം കുടിക്കാതിരിക്കും, പക്ഷേ എന്നാൽ ലാസ്റ്റ് കുടിച്ചതിൻ്റെ ഇരട്ടിയോളം പിന്നീട് കുടിക്കുന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു മദ്യപാനാസക്തനാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് മദ്യത്തെ നിയന്ത്രിച്ച് കുടിക്കാനോ മറ്റ് സോഷ്യൽ ഡ്രിങ്കേഴ്സിൻ്റെയൊക്കെ പോലെ ആവാനോ ഒരിക്കലും കഴിയില്ല എന്നുള്ളത് അനുഭവത്തിലൂടെ അന്നത്തെ അംഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണ്. അപ്പോൾ നമുക്കത് ഇന്നും അങ്ങനെ തന്നെയാണെന്ന് നമുക്കൊക്കെ അറിയാം. പല സമയങ്ങളിലും ആ രീതിയിൽ മദ്യത്തിൻ്റെ നിയന്ത്രണം നേടിയെടുക്കാൻ പറ്റുമെന്നൊക്കെ കരുതും. പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ആ രീതിയിൽ രാവിലെയൊക്കെ മദ്യപിക്കാതിരുന്ന് വൈകുന്നേരം മറ്റുള്ള സോഷ്യൽ ഡ്രിങ്കേഴ്സിൻ്റെ, അല്ലെങ്കിൽ പലപ്പോഴായിട്ട് എന്നോടൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ 2 അടിച്ച് വീട്ടിൽ പോയി ബാക്കിയുള്ള കുടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പണിയൊക്കെ ചെയ്തിരിക്കാം, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആരും അറിയാതിരിക്കാം എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അതിന് നിയന്ത്രണമായ രീതിയിൽ ഒരു പൈൻറ്റ് മേടിച്ചിട്ട് 3 പേര് കൂടി അടിക്കാമെന്നൊക്കെ പറയുമ്പോൾ സമയങ്ങളിലൊക്കെ അത്തരം പരിപാടികളൊക്കെ നടക്കും. പക്ഷെ വളരെ കുറച്ച് ദിവസം നീണ്ടു നിൽക്കാറുള്ളൂ. പലപ്പോഴും അത്തരം ഒരു രീതി തുടരാൻ ശ്രമിച്ചതിൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള കുടിയിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് പിന്നീട് നടക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഒരു തരത്തിൽ എന്താ പറയുക, സഹതാപാർഹവും വിവരണാതീതവുമായ ധാർമ്മികതയിലേക്ക് നയിക്കുന്നതായിരുന്നു. മറ്റ് കാണുന്ന ആളുകൾ എന്തായിരുന്നു ആ മനുഷ്യൻ്റെ അവസ്ഥ എന്ന രീതിയിൽ സഹതാപപ്പെടുകയും, പല രീതിയിലും അത് ധാർമ്മികമായ രീതിയിലല്ല, ഇയാളെല്ലാം മറന്നുകൊണ്ട് എന്താണ് ഇങ്ങനത്തെ ഒരു കുടിയനായി പോയത് എന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ നമുക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്, വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രോഗത്തിൻ്റെ പിടിയിലാണ് ഞങ്ങളെന്ന് സ്വയം ബോധമുള്ളവരാണെന്ന്. കാരണം നമുക്ക് മാത്രമേ അതറിയൂ. ഈ രോഗം എന്ന് പറയുന്ന മദ്യപാനാസക്തി എന്ന് പറയുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രോഗമാണ്. അത് വർഷങ്ങൾ നമ്മൾ എത്ര മുന്നോട്ട് പോകുന്ന മദ്യവിമുക്തിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാലും ഈ രോഗം വളർന്നുകൊണ്ടേയിരിക്കും. എത്ര കാലം നിർത്തി എന്നത് പ്രശ്നമല്ല, ഒരു പെഗ് തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഭീകരമായ അവസ്ഥ, ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് പ്രോഗ്രാമിൻ്റെ, അല്ലെങ്കിൽ ഒന്നാമത്തെ പടിയിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം. വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന രോഗത്തിൻ്റെ പിടിയിലാണ് ഞാൻ എന്ന ബോധം. ആ ബോധം ഉറപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മളോട് താരതമ്യപ്പെടുത്തുന്നത് ഞങ്ങളെല്ലാം കാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യരെ പോലെയാണെന്നുള്ളതാണ്. കാരണം കാല് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കറിയാം, നമ്മുടെ ഒരു അവയവം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വീണ്ടും വളരില്ല. അപ്പോൾ മറ്റുള്ള ആളുകളെപ്പോലെ നിയന്ത്രിച്ച് കുടിക്കാൻ വേണ്ടി ഒരിക്കലും ഒരു മദ്യാസക്തിന് കഴിയില്ല എന്ന ഒരു ഉദാഹരണം, വളരെ വലിയ അല്ലെങ്കിൽ നല്ല ചിന്തയ്ക്ക് നമ്മളെ ഒതുങ്ങുന്ന രീതിയിലുള്ള ഉദാഹരണമാണ് നമ്മളോട് പറഞ്ഞത്. കാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യരെ പോലെയാണ് നമ്മളെന്നുള്ളതാണ്. അതേപോലെയാണ് അമിത മദ്യപാന രോഗികളെ മറ്റുള്ളവരെ പോലെയാക്കി തീർക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സാ രീതി ഉള്ളതായിട്ട് നമുക്കറിയാം. ഇന്നും ആ പുസ്തകം നമ്മുടെ ബിഗ് ബുക്ക് എഴുതിയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും
അത്തരത്തിൽ നമ്മളെ ഒരു സോഷ്യൽ ഡ്രിങ്കറാക്കി മാറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ പല സമൂഹത്തിലുള്ള സുഹൃത്തുക്കൾ കുടിക്കുന്ന പോലെയുള്ള ആളാക്കി തീർക്കാനുള്ള ഒരു രീതിയും ഇന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് അന്നുമില്ല ഇന്നുമില്ല. അപ്പോൾ സങ്കല്പിക്കാവുന്ന തരത്തിലുള്ള എല്ലാ പ്രതിവിധികളും നമ്മൾ ശ്രമിച്ചു നോക്കി. പല രീതിയിലുള്ള ശ്രമങ്ങൾ പല ആളുകളും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചില ആളുകളുടെ കാര്യത്തിലൊക്കെ കുറച്ച് കാലത്തേക്കൊക്കെ നിയന്ത്രിച്ച് കുടിക്കാനൊക്കെ പറ്റും. പക്ഷേ പല അനുഭവങ്ങളും കാണിക്കുന്നത്, നമ്മളുടെ തന്നെ അനുഭവങ്ങൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ നിയന്ത്രണം വളരെ കുറച്ച്, ചില ആളുകൾക്ക് നിയന്ത്രിക്കാൻ പറ്റാറില്ല, പക്ഷെ നിയന്ത്രിക്കാൻ ചില ആളുകൾക്കൊക്കെ പറ്റാറുണ്ട്. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണല്ലോ. അപ്പോൾ ചിലരുടെ കാര്യത്തിൽ കുറഞ്ഞ അളവിൽ മാറ്റമുണ്ടാവും. രോഗശമനം ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ തുടർന്ന് എന്താണ്ടാവുന്ന വളരെ മോശമായ, അല്ലെങ്കിൽ ആദ്യത്തെ കുടിയേക്കാൾ ഡബിൾ ആവുന്ന രീതിയിലേക്ക് വീണ്ടും മദ്യത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒരു മദ്യപാന രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളെ സാധാരണ മറ്റുള്ള ആളുകളെ പോലെ നോർമലായിട്ട് എല്ലാവരും കഴിക്കുന്ന 2 അടിക്കുന്ന ഒരാളാക്കി മാറ്റി, ആ 2 അടിച്ചോ കുഴപ്പമില്ല, അല്ലെങ്കിൽ മരുന്നാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. 2 അടിക്കാത്തവന് എന്തിനു കൊള്ളാം എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഇന്നും ഉണ്ട്. അവരൊക്കെ ഇന്നും മദ്യപിക്കുന്നുണ്ട്. അപ്പോൾ മദ്യത്തിനല്ല കുഴപ്പം, കുടിക്കുന്ന നമ്മൾക്കാണ് കുഴപ്പം എന്നുള്ള ആ ഒരു ബോധം. മദ്യപാനം എന്ന് പറയുന്നത് നിയന്ത്രിച്ച് കുടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ പോലെ ആവാനുള്ള ശ്രമം നമ്മൾ നടത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ കമ്പയർ ചെയ്ത് അതാവാനോ ഉള്ള ശ്രമത്തിലേക്ക് പോകുന്നത് പലപ്പോഴും നമ്മളുടെ ഏറ്റവും വലിയ തകർച്ചയിലാക്കിയേക്കാവും നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ള കുടിയന്മാരെ പോലെ അല്ലെങ്കിൽ സോഷ്യലായിട്ട് കുടിക്കുന്ന ആളുകളെ പോലെ മദ്യത്തെ നിയന്ത്രിച്ച് കഴിക്കാൻ ഒരു ബോട്ടിലൊക്കെ മേടിച്ച് ഒരു മാസം കുടിക്കുന്നവരും അല്ലെങ്കിൽ ഒരാഴ്ച കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളെ മാറ്റുന്ന തരത്തിലുള്ള ഒരു മരുന്നും ഇന്ന് വരെ ഇല്ല എന്ന് ഡോക്ടർമാരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്തും അത് ഇന്നും അത് തന്നെയാണ്. ഒരു പക്ഷേ ശാസ്ത്രം ഭാവിയിൽ അത് കണ്ടുപിടിച്ചേക്കാന്നാണ് പറയുന്നത്. പക്ഷേ 39 ശേഷം ഇന്നിപ്പോൾ 2022 ഇത്തരത്തിലേക്കുള്ള ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുമുള്ള യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അപ്പോൾ ഒരു യഥാർത്ഥ അമിത മദ്യപാന രോഗി യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യത്തെ പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് എടുക്കാൻ തയ്യാറാവില്ല. കാരണം അയാളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുന്ന നിഷേധ സ്വഭാവം. കാരണം മറ്റുള്ള മനുഷ്യരെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കങ്ങനെ മറ്റുള്ളവരുടെ ആളുകളെ പോലെ തന്നെയാണ് ഞാൻ എന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ എൻ്റെ ഏറ്റവും നിഷേധമായ സ്വഭാവമുണ്ട്, എനിക്കൊരു കുറവുണ്ട് എന്ന് സമ്മതിച്ചു തരാൻ ഞാൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ ഒരു അമിത മദ്യപാന രോഗിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തരത്തിലും ഇത്തരത്തിലാണ് എന്ന് ഈ ഒരു പ്രോഗ്രാമിൽ ഉറച്ചു നിൽക്കുന്നവരെ സമ്മതിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയിട്ടും നിരന്തരമായിട്ട് നമ്മൾ മദ്യത്തിനെ ആശ്രയിക്കുകയും റിലാപ്സ് സംഭവിക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൻ്റെ സൂചന കൂടിയാണ് അടുത്ത ഖണ്ഡികയിൽ പറയുന്നത്. അപ്പോൾ ഞങ്ങളെ പല തവണ കബളിപ്പിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല പരീക്ഷണങ്ങൾ നമ്മൾ നടത്തി. അപ്പോൾ ഈ ഒരു പൊതു തത്വമുണ്ട്, അമിത മദ്യപാന രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പൊതു തത്വത്തിന് എതിരെയാണ് എന്ന് കാണിക്കാൻ. നമുക്ക് എപ്പോഴും എങ്ങനെയാണോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത് ബാധിക്കുന്നല്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള പരിപാടി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ ഏതൊക്കെ തരത്തിൽ നമ്മൾ അമിത മദ്യപാന രോഗികളല്ല എന്ന ശ്രമം, ആ രീതിയിൽ നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ വലിയ രീതിയിൽ നമ്മളെ തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയും വളരെ മോശമായ സാഹചര്യത്തിലേക്ക് പലപ്പോഴും അത് ഭ്രാന്തായിട്ടോ അല്ലെങ്കിൽ മരണത്തിൻ്റെ വക്കിലേക്കോ ഒക്കെ എത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ആരെങ്കിലും ഈ പറയുന്ന പരീക്ഷണങ്ങളോ മറ്റോ ഒക്കെ നടത്തിയിട്ട് ഒരു മാനിനെ പോലെ കുടിക്കാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഞങ്ങളുടെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തർക്കിക്കാനൊന്നുമില്ല. ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം പുറമേയുള്ള വിഷയങ്ങൾ അഭിപ്രായമില്ല. അവരെല്ലാ കാര്യങ്ങളെ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതും ആരെങ്കിലുമൊക്കെ അവകാശപ്പെടുകയാണെങ്കിൽ നമുക്ക് അവരോട് വിരോധമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അവരോട് പറയേ എടാ ഒരിക്കലും ഇല്ല കേട്ടോ ഞാനിങ്ങനെയാണ്, നിനക്കും സാധിക്കില്ല എന്നില്ല. കാരണം പല രീതിയാണ് മനുഷ്യർ, പല സ്വഭാവമാണ്. ഇവിടെ ഏകദേശം സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന സർവ്വസമ്മതമായ രക്ഷാമാർഗം നമുക്കുണ്ട് എന്ന് നമ്മൾ മുൻ അധ്യായത്തിൽ കണ്ട പോലെ നമുക്ക് അത്തരമൊരു കൂട്ടായ്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ പോലെയാണ് മറ്റുള്ളവർ എന്ന തർക്കത്തിലൊന്നുമില്ല. ആരെങ്കിലും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ്. അവർക്ക് നമ്മുടെ ആത്മാർത്ഥമായി അവരോട് നമ്മൾ പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ.
വളരെ. പക്ഷേ നമുക്കറിയാം നമ്മൾ എത്രത്തോളം പരീക്ഷണങ്ങൾ നടത്തി നോക്കിയവരാണ്, നമുക്ക് പറ്റുന്നില്ല. അവിടെ അത്രയേ ഉള്ളൂ. എനിക്കത് സാധ്യമല്ല സുഹൃത്തെ, താങ്കൾക്കത് കഴിഞ്ഞെങ്കിൽ താങ്കൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും എന്നാണ് നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലും ഇന്നും അത് തന്നെയാണ്. അത്തരം രീതിയിലേക്ക് ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ അഭിനന്ദിക്കാം. അവർക്ക് ആ രീതിയിൽ മദ്യം നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും അമിത മദ്യപാന രോഗികളെന്ന് വിളിക്കുന്നില്ല. സ്വയം ഓരോ വ്യക്തികളുമാണ് പറയുന്നത് ഞാനൊരു അമിത മദ്യപാന രോഗിയാണ് എന്നുള്ളതാണ്. പിന്നീട് നമ്മളുടെ പല ആളുകളും നമ്മളൊക്കെ പരീക്ഷിച്ച് നോക്കിയ രീതികളൊക്കെ തന്നെയാണ്. ബിയർ മാത്രം കുടിക്കുക, ഇന്ന് 6 പെഗ് അടിക്കുന്നുണ്ടെങ്കിൽ അല്ല 3 പെഗ് അടിക്കുക, 2 പെഗ് മാത്രം അടിച്ചിട്ട് വേണ്ടാന്നൊക്കെ വെക്കാനുള്ള ആ ഇച്ഛാശക്തിയുടെ പിൻബലം പറ്റിക്കൊണ്ട് 2 കുടിക്കുള്ളൂ എന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇച്ഛാശക്തിയൊക്കെ കൃത്യമായിട്ട് വിനിയോഗിക്കുന്ന ആളുകളുണ്ട്. അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും, ഭക്ഷണമാണെങ്കിലും 2 ചപ്പാത്തി ആണെങ്കിൽ അതേ കഴിക്കുള്ളൂ, അതേമാതിരി മദ്യമാണെങ്കിൽ അത് കൃത്യമായ ഒരു അളവിലൊഴിച്ച് അത് കഴിച്ചാൽ അവരുടെ ഭക്ഷണം കഴിക്കുക, അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് കുടിക്കാതിരിക്കാൻ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഒറ്റയ്ക്ക് കുടിക്കരുതിട്ട്, ഒറ്റയ്ക്ക് കുടിച്ചുകൊണ്ടാണ്. അതൊക്കെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് എന്നുള്ളതാണ്. അതേമാതിരി രാവിലെ കുടിക്കാതിരിക്കുക, രാവിലത്തെ കുടിയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ രാവിലത്തെ കുടിയൊക്കെ മാറ്റി വെച്ച് നമ്മൾ നോക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ സുഹൃത്തുക്കളുടെ ഒപ്പം കുടിക്കാൻ നോക്കും. ജോലി സമയങ്ങളിൽ കുടിക്കാതിരിക്കാൻ ശ്രമിക്കും. അതേപോലെ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോഴേ ഞാൻ കുടിക്കുള്ളൂ എന്നുള്ള പ്രതിജ്ഞ ചെയ്യുക. അപ്പോൾ വീട്ടിലെ ആൾക്കാരൊക്കെ നമ്മളോട് പറയും, എന്തെങ്കിലും വല്ല വിശേഷമൊക്കെ വരുമ്പോൾ 2 അടിച്ചാലും കുഴപ്പമില്ല, ഇതിങ്ങനെ നീ ഡെയിലി അടിക്കല്ലേ എന്ന് പറയുമ്പോൾ, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ ഈ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം, ഓണം, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മാത്രമേ അടിക്കുള്ളൂ എന്നൊക്കെയുള്ള പ്രതിജ്ഞകൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതേപോലെ ബ്രാൻഡുകൾ മാറ്റിയിട്ടുണ്ട്. സ്കോച്ചിന് പകരം ബ്രാൻഡി ആക്കുക, റമ്മാക്കുക, അല്ലെങ്കിൽ റമ്മ് കുടിക്കുന്നതിന് പകരം വേറെ ബ്രാൻഡാക്കുക. അതോടൊപ്പം ആൽക്കഹോൾ കണ്ടൻറ്റ് കുറഞ്ഞ വൈന് കുടിക്കാൻ ശ്രമിക്കുക. ജോലി സമയത്ത് ഞാനിനി കുടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് രാജിവെക്കാം എന്നുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുക എന്ന് തുടങ്ങിയ ഓരോ വ്യക്തികൾക്കും ഓരോന്നായിരിക്കും. ഈ രീതികളൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന, പൊതുവായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 100ഓളം പേരിലുള്ള പല ആളുകളും ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ യാത്ര പോവുക, പുറത്തേക്കൊക്കെ യാത്ര പോയാൽ ഈ കുടിയിൽ നിന്നൊക്കെ മാറാം, ഈ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പല ഭാഗങ്ങളിൽ യാത്ര പോകാൻ ശ്രമിക്കും. ചില ആൾക്കാർക്ക് ചില സ്ഥലങ്ങൾ പ്രശ്നമാണ്. ഇപ്പോൾ ചില ആളുകൾ ഈ തണുപ്പുള്ള പ്രദേശമായ ഊട്ടി, കൊടൈക്കനാൽ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ പലരും പറയും നീ ഊട്ടി പോകരുത്, ഊട്ടി പോയി കഴിഞ്ഞാൽ നീ കുടിക്കും. അപ്പോൾ അവിടെ പോവാതിരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇനി ഒരിക്കലും കുടിക്കില്ല എന്നുള്ള സത്യം നമ്മൾ നിരന്തരം ഭാര്യ അടക്കട്ടെ, ഗർഭിണിയായ ഭാര്യയുടെ വയറിൽ തൊട്ടിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ പേരിൽ, കുട്ടികളുടെ തലയിൽ കൈവച്ചിട്ട്, അമ്മയുടെ പേരിൽ, മരിച്ചുപോയ അച്ഛൻ്റെ പേരിൽ, മരിച്ചുപോയ മുത്തച്ഛൻ്റെ പേരിൽ, ഇനി എവിടെയൊക്കെ സത്യപ്പെടാണ്ടോ ഈ സത്യങ്ങളൊക്കെ നമ്മളിടും. അതേമാതിരി ജിമ്മിൽ ജോയിൻ ചെയ്യുക, കൂടുതലായിട്ട് ശാരീരിക വ്യായാമങ്ങൾ ചെയ്യുക, മോട്ടിവേഷണൽ പുസ്തകങ്ങൾ വായിക്കുക. അപ്പോൾ പല രീതിയിലുള്ള മാർഗങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. സ്വയം ഞാനൊരു കാര്യം ചെയ്തൊരു ചികിത്സാലയത്തിൽ പോയിട്ട് അഡ്മിറ്റ് ആവാം നാളത്തെ തന്നെ. അപ്പോൾ ഇതൊക്കെ മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തെ തടയാൻ വേണ്ടി നമ്മൾ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പല കുറുക്ക് വഴികളാണ്. പക്ഷെ അടിസ്ഥാനപരമായ നമ്മുടെ പ്രശ്നം കണ്ടെത്തുന്നവരെ മദ്യത്തിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് കഴിയില്ല. എവിടെയെങ്കിലും ഇപ്പോൾ ഒരു യാത്ര പോയത് കൊണ്ടോ അല്ലെങ്കിൽ യാത്ര പോവാതിരുന്നുകൊണ്ടോ ഒന്നും തന്നെ അമിത മദ്യപാന രോഗിയുടെ മദ്യപാനം മാറ്റിവെക്കുന്നില്ല. അയാൾക്ക് കുടിക്കണമെന്ന രീതിയിൽ അയാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എവിടെ പോയിട്ടില്ലെങ്കിൽ ഇരിക്കണോടത്ത് സാധനം കൊണ്ടുവന്ന് കുടിക്കും എന്ന് തന്നെയുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. അന്ന് കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അപാരതയിലേക്ക് നീട്ടിക്കൊണ്ടുപോകുന്ന ഇത്തരം പട്ടികൾ നമ്മൾ ചെയ്തു കൂടിയ ഈ ഒരു മാർഗങ്ങൾ, പല ബ്രാൻഡുകൾ മാറ്റി നോക്കുക, പല പല പ്രതിജ്ഞകൾ എടുക്കുക, അങ്ങനെ കുറേയുണ്ട്. അവിടെയാണ് പ്രധാനമായിട്ട് നമ്മൾ ആരെയും അമിത മദ്യപാന രോഗിയെന്ന് മുദ്ര കുത്തുന്നില്ല. ഒരാളോടും നമ്മൾ വേറൊരാളുടെ കാര്യത്തിൽ നമ്മൾ അഭിപ്രായം നിങ്ങളൊരു ആൽക്കഹോളിക്കാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ പറ്റും ആ രോഗനിർണയം, നിങ്ങൾക്ക് അമിത മദ്യപാനാസക്തി ഉണ്ടോ എന്നുള്ളത് നിങ്ങളാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേറെ ആളുകളല്ല നമ്മുടെ കാര്യങ്ങൾ പറയേണ്ടത്. നമ്മൾ സ്വയം പരിശീലനം നടത്തി നമ്മൾ തിരിച്ചറിയണം. അപ്പം അതിനുള്ളൊരു പരീക്ഷണം ആണ് പറയുന്നത്. നമ്മളൊരു അമിത മദ്യപാന രോഗിയാണെന്ന് ഇനിയും സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഒരു മദ്യഷാപ്പിലേക്ക് പോകാൻ പറയുന്നുണ്ട് നമ്മളോട്. എന്നിട്ട് അവിടെ പോയിട്ട് നിയന്ത്രിച്ച് കുടിക്കാൻ നമ്മളോട് ശ്രമിക്കാൻ പറയുക. മറ്റുള്ള ആളുകളെ പോലെ 2 മാത്രമേ അടിക്കൂ എന്ന് പറഞ്ഞ് ശ്രമം നടത്തുക. പക്ഷേ പലപ്പോഴായിട്ട് എന്താ പറ്റുക, ചില സമയങ്ങളിൽ പറ്റും. പക്ഷേ ഒന്നോ അതിലധികമോ തവണ നമ്മൾ അത്തരം ഒരു മദ്യഷാപ്പിലേക്ക് പോയി
രണ്ടെണ്ണം മാത്രം അടിച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ നമ്മളൊരു മദ്യപാന ആസക്തനാണ്, നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധത പാലിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നമുക്ക് ആ രണ്ടെണ്ണത്തിൽ നിർത്താൻ പറ്റില്ല എന്ന്. അപ്പോൾ നമുക്ക് സ്വയം നമ്മളൊരു മദ്യപാനാസക്തനാണോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ യഥാർത്ഥമായ നമ്മുടെ രോഗത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മൾ തുടക്കത്തിലെ ശ്രമിച്ചിരുന്നുവെങ്കിൽ കുടി നിയന്ത്രിക്കാൻ നമ്മൾ ആദ്യത്തെ പെഗ് അല്ലെങ്കിൽ രണ്ടാമത്തെ പെഗ് ഒഴിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് വേണ്ടാന്ന് വെച്ചാൽ പിന്നീട് ഞാൻ 3, 4 ഒന്നും അടിക്കില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ ഇനിയും ധാരാളം സമയം ബാക്കിയുണ്ട് എന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ ആ ചിന്ത ഉണ്ടാവും. അപ്പോൾ കുടി നിർത്തണമെന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് കുടി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുന്നേ വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ആ രണ്ടാമത്തെ പെഗ് നിർത്താമായിരുന്നു എന്ന് പറയുന്ന രീതിയിലൊന്നും തന്നെ ഈ മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തെ നമുക്ക് തടഞ്ഞു വെക്കാനോ, അല്ലെങ്കിൽ നമ്മൾക്കിങ്ങനെ ഇന്നത്തെ കാലത്തിരുന്നിട്ട് ഞാനെന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ യഥാർത്ഥമായ അമിത മദ്യപാന രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു കുടി അല്ലെങ്കിൽ നിയന്ത്രിച്ച ആദ്യത്തെ പെഗ് തന്നെയാണ് കുഴപ്പം. ആ ആദ്യത്തെ പെഗ് ഒഴിവാക്കുക എന്നല്ലാതെ പിന്നീട് നടന്ന ഒരു പെഗ്ഗുമല്ല പ്രശ്നം. ആദ്യത്തെ ആ ഒരു പെഗ് എടുക്കാതിരിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി എന്നുള്ളതാണ്. മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് മോചനം നേടുന്നതിന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ആ ആദ്യത്തെ പെഗ്ഗിനെ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതിന് നമുക്കൊരു കാര്യം വേണം, നമ്മളൊരു അമിത മദ്യപാനാസക്തനാണെന്ന് നമ്മുടെ ഉള്ളിൽ അടിത്തട്ടിൽ സമ്മതിക്കണം എന്നുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് അമിത മദ്യപാനാസക്തിയുടെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നവരും എന്നാൽ കുടി നിർത്തണമെന്ന ആഗ്രഹം മൂലം വളരെ കാലം കുടി നിർത്താൻ കഴിയുകയും ചെയ്ത ചില ഉദാഹരണങ്ങൾ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയണം. 30 വയസ്സായിട്ടുള്ള ഒരാൾ, അയാൾ കാര്യമായിട്ടിങ്ങനെ കുടിച്ച് കൂത്താടി നടക്കുകയാണ് സമൂഹത്തിൽ. അപ്പോൾ അയാളുടെ ആ കുടിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ആകെ മദ്യം ശരീരത്തിലേക്ക് ഇനിയും വേണം എന്നും അല്ല മദ്യമില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് രാവിലെ സമയങ്ങളിൽ വിറയലോടുകൂടി വീണ്ടും കുടിയിലേക്ക് പോകും. കാരണം മദ്യം ശരീരത്തിലേക്ക് ഇല്ലാണ്ടായാൽ എനിക്ക് നീച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ആ രീതിയിൽ അദ്ദേഹത്തിന് ചിന്ത വരികയാണ്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബിസിനസ്സിൽ ഉയരണമെന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ കുടി തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വന്തം ചിന്തിക്കാനും ബിസിനസ് മുന്നോട്ട് പോകാനും പറ്റില്ല. രാവിലെ പണിക്ക് പോയിട്ട് ഇറങ്ങുമ്പോൾ മദ്യപിച്ച് കഴിഞ്ഞാലാണ് എനിക്ക് മുന്നോട്ട് പണിയെടുക്കാൻ പറ്റുക എന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ കുടി തുടർന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കുടിയുടെ മേൽ നിയന്ത്രണം ഉണ്ടാവില്ല, പൂർണ്ണമായിട്ട് കുടിക്കുകയാണ്. അപ്പോൾ അയാൾ അന്നൊരു ഉറച്ച തീരുമാനം എടുക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഞാൻ വിരമിക്കുന്നവരെ ഇനി ഒരു തുള്ളി മദ്യം പോലും കഴിക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൃഢപ്രതിജ്ഞയ്ക്ക് വേണ്ടി അദ്ദേഹം കഠിനമായി ശ്രമിക്കുകയും അദ്ദേഹത്തിന് 25 വർഷക്കാലം സോബറിറ്റി കിട്ടി. അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെ നല്ല, മദ്യപിക്കാതിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അയാൾ 55-ാമത്തെ വയസ്സിൽ അയാൾ ആ ബിസിനസ്സിൽ നിന്ന് വിരമിക്കുകയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കരുതുക, ഇത്രയും കാലം ഞാൻ 25 വർഷക്കാലം കുടിക്കാതിരുന്നു, മറ്റുള്ള ആളുകളെ പോലെ എനിക്കിനി കുടിക്കാൻ അല്ലെങ്കിൽ സാധാരണക്കാരെ പോലെ കുടിക്കാൻ പറ്റുമെന്ന് അയാൾ കരുതി. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക അങ്ങനെയാണല്ലോ. ഇത്രയും കാലം എൻ്റെ ഇച്ഛയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ കഴിവിൽ ഞാൻ ഈ മദ്യത്തെ നിർത്തി എന്ന ആ ഒരു അഹങ്കാരമൊക്കെ സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ എല്ലാ മദ്യാസക്തർക്കും ഉണ്ടാവുന്ന ഒരു ചിന്ത തന്നെയാണ്. അതൊരു അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല, നമുക്കറിയാം. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുന്നേ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആ ഒരു ചിന്ത ഉണ്ടാവേണ്ട താമസം, സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ മദ്യം സ്വാഭാവികമായിട്ട് അഹങ്കാരം തലപൊക്കുന്നതനുസരിച്ച് മദ്യത്തെ നമ്മൾ ജയിച്ചു എന്ന ചിന്ത വരുമ്പോൾ തന്നെ മദ്യം വരുന്നു. അപ്പോൾ മദ്യം വരുമ്പോൾ ഉറപ്പായിട്ടും അയാളുടെ ആ പരമധാനിയിൽ പിന്നീട് ചെരുപ്പുകളും കുപ്പികളൊക്കെ വന്നു എന്നാണ് പറയുന്നത്. അധികം താമസമൊന്നും എടുത്തില്ല. ഇത്രയും കാലം 25 വർഷം കുടിക്കാതിരുന്ന മനുഷ്യൻ 2 മാസം കൊണ്ട് വല്ലാത്ത മോശം അവസ്ഥയിലേക്ക് എത്തി ഹോസ്പിറ്റലിൽ എത്തുന്നു. അപ്പോൾ അയാൾ പലതവണ ഇങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, വീണ്ടും തിരിച്ചു പോകും, വീണ്ടും അയാൾക്ക് ഈ കുടി ഒരു തരത്തിലും ആ കുടി
നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിന്നീട് അയാൾ എന്ത് ശ്രമം നോക്കിയിട്ടും അയാൾക്ക് പറ്റുന്നില്ല. ഇത്രയും കാലത്തെ 25 വർഷത്തെ ആ സോവറിറ്റി ഒക്കെ പോയി. പിന്നീട് അയാൾ മുഴുവൻ ശക്തി ഉപേക്ഷിച്ച് ഈ നശിച്ച കുടി ഞാൻ ഉപേക്ഷിക്കും എന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അയാളുടെ കയ്യിലാണെങ്കിൽ ഇത്രയും കാലം ഈ 25 വർഷം കുടിക്കാതിരുന്ന് തൻ്റെ ബിസിനസ്സിൽ കെട്ടിപ്പൊക്കിയ മഹത്തായിട്ടുള്ളൊരു സാമ്രാജ്യം അയാളുടെ കയ്യിലുണ്ട്. പക്ഷേ പൈസ കൊടുത്ത് ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണോ അതൊക്കെ അയാൾക്ക് സ്വീകരിക്കാൻ പറ്റും. കാരണം അത്രയധികം പൈസ അയാൾ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു ഈ കുടിക്കാത്ത കാലത്ത്. പക്ഷേ എന്താ പറ്റുന്നത്? ആ കുടി അയാൾ എല്ലാ സ്വത്തുക്കളെയും നശിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുകയും അയാൾ ഒന്നും അനുഭവിക്കാത്ത രീതിയിൽ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ അവസാനിക്കുന്നത്. ഒരു അനുഭവം പറയണം. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? നമുക്കറിയാം, ദീർഘകാലം കുടിക്കാതിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അയാൾക്ക് സാധാരണ മട്ടിൽ കുടിക്കാമെന്ന് അദ്ദേഹം കരുതുന്നു. പക്ഷേ 55-ാമത്തെ വയസ്സിൽ ആ തടങ്ങിയ കുടി അയാൾ നിർത്തിയ ആ 30-ാമത്തെ വയസ്സിലെത്തി എവിടെയായിരുന്നുവോ അവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനപ്പുറമായി പോയി അയാളുടെ കുടി. അതുകൊണ്ടാണ് അയാൾ ഒരു അമിത മദ്യപാന രോഗിയായിട്ട് മരണപ്പെടുന്നത്. ഒരിക്കൽ അമിത മദ്യപാന രോഗിയായി പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സാധാരണ മദ്യപിക്കുന്ന ഒരാളെ പോലെ ആയിരിക്കില്ല എന്ന ഒരു തെളിവായിട്ടാണ് ഈ കഥ പറയുന്നത് നമ്മളെ മുന്നിൽ. അപ്പോൾ കുറച്ചു കാലം കുടിക്കാതിരുന്നതിന് ശേഷം വീണ്ടും മദ്യപാനം തുടങ്ങിയാൽ ഒട്ടും വൈകാതെ നമ്മൾ ആ പണ്ടത്തെ പോലെ അല്ലെങ്കിൽ പണ്ടത്തേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ കുടി നിർത്തണമെന്ന ആഗ്രഹം ഉള്ളിലുണ്ടായിട്ടും കാര്യമില്ല. കാരണം മദ്യത്തിൻ്റെ മുന്നിൽ നമുക്കൊരു പ്രതിരോധ ശക്തി ഉള്ളവരായിരിക്കും എന്നുള്ള മുൻവിധികളോ മനസ്സിൻ്റെ ചാഞ്ചാട്ടമോ ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ മദ്യത്തിനോട് നമുക്ക് പ്രതിരോധം തീർത്ത ഒരു നിയന്ത്രണത്തിലേക്ക് മദ്യത്തെ കൊണ്ടുവരാൻ പറ്റുമെന്ന നമ്മുടെ മുൻവിധി എൻ്റെ ഇച്ഛയിൽ മുന്നോട്ട് നടക്കുമെന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തിന് പറ്റിയത്. അപ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് അയാൾ നിർത്തിയതുപോലെ ഞങ്ങൾക്ക് മദ്യപാനം നിർത്താമെന്ന് ചെറുപ്പക്കാർ പ്രോത്സാഹിപ്പിക്കപ്പെട്ടേക്കാം. നമുക്കറിയാം, പല ആളുകളും കുടിക്കാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് പലരും പറയുന്നുണ്ട്, ഇതൊന്നും ഇല്ലാതെ തന്നെ കുടി നിർത്തിയ ആളുണ്ട്, ധ്യാനം കൂടിയിട്ട് പല രീതിയിൽ പലരും നിർത്താറുണ്ട്. അപ്പോൾ ഒരിക്കലും ഇതിലൊന്നും ഒരു കുത്തകയെ അവകാശപ്പെടുന്നുമില്ല. പക്ഷേ കുടി നിർത്തണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടായിട്ടല്ല ഈ പല ആളുകളും കുടി നിർത്തുന്നത് എന്നുള്ളതാണ്. ഈ മദ്യാസക്തി എന്ന് പറയുന്ന രോഗം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകില്ല. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നിർത്തിക്കഴിഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും ഈ രോഗം നമ്മളെ കീഴ്പ്പെടുത്താം. അപ്പം അത് നമ്മുടെ കൂട്ടായ്മയിലെത്തി അന്നത്തെ കാലത്ത് 30 വയസ്സോ അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ 30-ൽ കമ്മിയോ ഉള്ള ആളുകൾ കുറച്ച് കാലേ കുടിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ 20 വർഷം നമ്മളെ 20 വർഷക്കാലമൊക്കെ നിരന്തരമായി കുടിയിലേർപ്പെട്ട ആളെക്കാളും മോശമായ അവസ്ഥയിലേക്ക് ഈ ആളുകൾ എത്താറുണ്ട്. അപ്പം വയസ്സ് അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും, അവനൊക്കെ വളരെ ചെറുപ്പത്തിൽ കൂട്ടായ്മയിൽ വന്നു. പക്ഷെ അയാളുടെ അവസ്ഥ അങ്ങനെയായിരിക്കും. അപ്പോൾ അധികകാലം കുടിച്ചിരിക്കണം എന്ന് ആവശ്യമില്ല. ഒരു ബിഞ്ച് ഡ്രിങ്കർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകിയ സമയത്ത് 25 വർഷത്തോളം കുടിച്ച ഒരാളെക്കാൾ 5 വർഷം കുടിച്ച ബിഞ്ച് ഡ്രിങ്കറുടെ ലിവറിൻ്റെ അവസ്ഥ മോശമായിരുന്നു. അപ്പോൾ ഓരോ ആളുകളുടെയും ആ കുടിയുടെ അളവും അവരുടെ രീതികളും അനുസരിച്ച് ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും. അല്ലെങ്കിൽ ഇത്ര വയസ്സിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ട് കുടി നിർത്തേണ്ടത് എന്നുള്ള കാര്യമൊന്നുമില്ല. ചില അവസ്ഥകളാണ് ചിലരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന അനുഭവ കഥകളിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ച്, അല്ലെങ്കിൽ ഇത്തരം ഒരു അനുഭവം എനിക്ക് ഉണ്ടായാലേ പഠിക്കുള്ളൂ എന്നുള്ള കാര്യം നമുക്കില്ല. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ചില ആളുകളുടെ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ കൂടുതൽ കാലം കുടിച്ചിരിക്കണമെന്നോ അല്ലെങ്കിൽ ഇത്ര അളവിൽ കുടിച്ചിരിക്കണമെന്നോ ഒന്നുമില്ല. അപ്പം അതിൽ സ്ത്രീകളുടെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു മദ്യാസക്തിയുടെ ഇരയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ സ്വയം എന്നെ ഒരു ആൽക്കഹോളിക് എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ കുടിയന്മാർ, പക്ഷെ അവർക്ക് കുടി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എനിക്കത് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഞാനൊരു മദ്യാസക്തനല്ല എന്ന രീതിയിൽ നമ്മൾ പറയും. പക്ഷേ നമ്മൾ മദ്യാസക്തനല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഒരു നിയന്ത്രിക്കാൻ കഴിയില്ല നമ്മളെ കൂട്ടായ്മയിലെത്തിയ പലരും പറയുന്നുണ്ട്. പക്ഷെ അവർക്കും മദ്യാസക്തരാണെന്ന് വിളിക്കാൻ
ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകതകളാണ് ഓരോ ആളുകളുടെ ഉണ്ടാകുന്ന പ്രത്യേകത. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലെ ഓരോ വ്യക്തികളും പൊതുവായ തത്വത്തിൽ ഈ രീതിയിലൊക്കെയാണ് മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിനുണ്ടാവുക, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയാണ് എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അപ്പോൾ അത് പലർക്കും പല രീതിയിലാണ് ഉണ്ടാവുക. ഇത്ര അളവിൽ കുടിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അതേ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നോ ഒന്നുമില്ല. പല രീതിയിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു അമിത മദ്യപാന രോഗിയാണോ എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനും അത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്താൽ രോഗവിമോചനത്തിൻ്റെ ആദ്യത്തെ പടിയായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ഇച്ഛാശക്തി ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ ഇച്ഛാശക്തി എനിക്കുണ്ട് എന്ന് പറഞ്ഞ് കുടി നിർത്താമായിരുന്ന സമയത്തിന് ശേഷവും വളരെ കാലം നമ്മൾ മദ്യപിച്ചു കൊണ്ടേയിരുന്നുവെന്ന് നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും. അപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് തോന്നുകയാണ് ഞങ്ങൾ ഈ ഒരു അപകട മേഖലയിൽ എത്തിയോ എന്ന സംശയം വരികയാണെങ്കിൽ 1 വർഷത്തേക്ക് അവരോട് മദ്യപാനം ഉപേക്ഷിക്കാൻ പറയുകയാണ്. 1 വർഷത്തേക്ക് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ഗുരുതരാവസ്ഥയിലാണ് ഈ ഒരു മദ്യാസക്തനെങ്കിൽ അയാൾ വിജയിക്കാനുള്ള സാധ്യത വിരളമാണെന്നാണ് പറയുന്നത്. കാരണം അന്നത്തെ കാലത്തുള്ള അംഗങ്ങളുടെ അനുഭവത്തിൽ ചിലപ്പോഴൊക്കെ ഈ പറയുന്ന 1 വർഷക്കാലത്തേക്ക് ഞങ്ങൾ കുടി നിർത്തിയിരുന്നു. ആ കുടി നിർത്തി പിന്നീട് തുടങ്ങിയ കുടി ആ 1 വർഷം മുന്നേ എവിടെയാണോ എത്തിയ അതിനേക്കാൾ വളരെ മോശപ്പെട്ട കുടിയനായിട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലും നിയന്ത്രണം മദ്യത്തിൻ്റെ മേലിൽ ഇല്ലാത്ത രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ കുറേ വർഷങ്ങളിലേക്ക് കുടി നിർത്താൻ കഴിയുന്ന ആളാണെങ്കിലും നമ്മളൊരു മദ്യാസക്തനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഈ ഒരു ബിഗ് ബുക്ക് വായിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മദ്യാസക്തി ഒരു രോഗമാണ് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷത്തേക്കൊക്കെ കുടി നിർത്താൻ പറ്റിയേക്കാം എന്നൊക്കെ ആൾക്കാർ കരുതുക. ഞാനിപ്പോൾ ഈ കുടിക്കില്ല, കുടി കൊണ്ട് എനിക്ക് ഇത്രയും മോശമായിട്ടുള്ള അനുഭവമുണ്ട്, ഈ മദ്യം എന്ന കെമിക്കൽ ഈ രീതിയിലൊക്കെ നമ്മളെ തകർക്കും എന്നൊക്കെ പറയാം. പക്ഷേ ഇതൊക്കെ ആ ഒരു ആവേശം പെട്ടെന്ന് പോയി പോകും. പലപ്പോഴും നമ്മൾ അത്തരം തീരുമാനങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലെത്തുന്നതിന് മുന്നേ എടുത്തിട്ടുണ്ട്. എവിടെയാണ് നമുക്ക് പരാജയം സംഭവിച്ചു പോയത് എന്ന് നമ്മൾ പരിശോധിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, മദ്യം നമ്മളെ എല്ലാ തരത്തിലും നശിപ്പിക്കുന്നുണ്ട് എന്ന് അറിവുണ്ടായിട്ടും കുടിക്കുന്നതിന് കാരണം എന്താണെന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടെത്തുകയും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആത്മീയോപകരണങ്ങളായ പടികൾ പ്രയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം അത് കൃത്യമായിട്ട് പറയാതെ ഈ ഖണ്ഡികയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്ര കാലം നിർത്തി എന്നതല്ല, നിർത്തിയ കുടിയെ പിന്നീട് വരാത്ത രീതിയിൽ എങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നു എന്നത് തന്നെയാണ് പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. പിന്നെ സാമാന്യ നിലയിൽ കുടി നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആൾക്കാരുടെ പ്രശ്നം എങ്ങനെയാണ് മുഴുവനായിട്ട് കുടി നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആത്മീയമായ അടിത്തറയിൽ കൂടിയല്ലാതെ കുടി നിർത്താൻ സാധിക്കുമോ എന്നുള്ളത്, കുടിക്കണോ വേണ്ടയോ എന്ന വിവേചന ബോധത്തിന് വേണ്ടി ഇച്ഛാശക്തി അയാൾക്ക് എത്രമാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ആത്മീയമായ ഉപകരണങ്ങൾ സ്വീകരിക്കണോ, അതല്ല അല്ലാത്ത രീതിയിൽ ഈ പറയുന്ന അറിവുകളെ വെച്ചുകൊണ്ട് മദ്യപാന ആസക്തി രോഗമാണ്, മാരകമായിട്ടുള്ള കുടുംബരോഗമാണ്, എൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ, കരളിനെ തൊട്ട് കിഡ്നിയെ തൊട്ട് ബാക്കിയുള്ള അവയവങ്ങളെ ഒക്കെ നശിപ്പിക്കും എന്ന അറിവ് ഉപയോഗിച്ചും കൊണ്ട് മദ്യം എനിക്ക് ഹാനികരമാണ് എന്ന മദ്യത്തിൻ്റെ ബോട്ടിലിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള ആ കാര്യം കൊണ്ട് നമുക്ക് മദ്യം നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആത്മീയമായ അടിത്തറയില്ലാതെ പറ്റുന്ന ആളുകളുണ്ട്. അതെന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇച്ഛാശക്തി അയാൾക്ക് എത്രമാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള അളവുപോലെ അയാൾ തന്നെ അളക്കണം. ആ ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോകാത്ത ആളുകളാണ് പലപ്പോഴും ഈ ഒരു മാർഗങ്ങളൊന്നുമില്ലാതെ കുടി നിർത്താൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കേ അറിയാൻ പറ്റുള്ളൂ, നമ്മൾ തന്നെ പരിശോധിച്ച് അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകൾക്കും നിർത്താൻ പറ്റുകയും നമുക്ക് പറ്റാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു ഇച്ഛാശക്തി നമുക്കില്ലെങ്കിൽ ചെയ്യേണ്ട ഒരൊറ്റ പരിപാടിയാണ് ആ ആത്മീയമായ അടിത്തറ. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആത്മീയ അടിത്തറ എന്താണ്? 12 പടികളാണ്. അതാണ് പറയുന്നത്. അപ്പോൾ
എന്നേക്കുമായിട്ട് കുടി നിർത്തണമെന്ന ആഗ്രഹം നമുക്കുണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നു. കൂട്ടായ്മയിൽ എത്തുന്നതിന് മുന്നേ നമ്മൾ വിചാരിക്കാറുണ്ട് ആ കുടിയുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ ഈ പണ്ടാരടങ്ങിയ കുടിയൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ. പക്ഷെ പലപ്പോഴും നമുക്ക് സാധിക്കും. നമ്മൾ പറയും എങ്ങനെയാണ് ഞാൻ കുടിച്ചത് നമുക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ നമ്മുടെ രോഗത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതയായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ രോഗത്തിൻ്റെ പ്രശ്നം അത് തന്നെയാണ്. നമുക്കത് നിർത്താനുള്ള കഴിവില്ല, ഇച്ഛാശക്തി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഏതൊക്കെ തരത്തിൽ ഇപ്പോൾ നമ്മളെ ജോലിക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. എനിക്ക് ജീവിതോപാധിയായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ ബാക്കി ആങ്ങളയ്ക്കും ഒക്കെ ഭക്ഷണം കൊടുക്കണം, പെങ്ങളുണ്ടെങ്കിൽ അവളുടെ കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോയേ പറ്റൂ. അപ്പോൾ ആ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതെത്ര വലിയ മഹത്തരമാണെങ്കിലും കുടി നിർത്തുന്നതിന് ദയനീയമായിട്ട് നമ്മൾ പരാജയപ്പെടുന്നുണ്ട്. നമ്മളെക്കൊണ്ട് ആ ഇച്ഛാശക്തി, അതാണ് അതിൻ്റെ പ്രധാനമായിട്ട് ആ ഖണ്ഡികയിൽ എടുത്ത് പറയുന്നൊരു കാര്യം. ഇച്ഛാശക്തി എത്രമാത്രം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിന് അടിസ്ഥാനത്തിലാണ് ഈ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ എത്ര മഹത്തരമായാലും നമുക്കതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് കുടി നിർത്തിയിട്ട് പോകാൻ പറ്റാത്തതെന്നുള്ളതാണ്. അവിടെ നമുക്ക് ആത്മീയമായൊരു അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നും അവിടെയാണ് പ്രോഗ്രാം. ഈ പടികൾ എന്തിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനമായി കിടക്കുന്നൊരു കാര്യം അതാണ്. മറ്റു പലർക്കും സാധിച്ചേക്കാം, പക്ഷേ അത് ഞാനാ കണ്ടെത്തേണ്ടത്. അല്ലാണ്ട് ഞാൻ ആരെയും ഇവിടെ ഉപദേശിക്കാൻ പോയിട്ട് കാര്യമില്ല. പടികൾ നിർബന്ധമായി ചെയ്യണമെന്നുള്ള വാശിയില്ല. എനിക്ക് എത്രത്തോളം ഇച്ഛാശക്തിയുണ്ട് മദ്യത്തിനെ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യത്തിൽ. അപ്പം അതില്ല എന്ന് കാണുമ്പോൾ ആ ഇച്ഛാശക്തിയെ ഉണ്ടാക്കിയെടുക്കാനാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയുടെ സഹായത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇനി മദ്യാസക്തനാവുക എന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു മദ്യാസക്തനാണോ എന്ന പരീക്ഷണത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മദ്യാസക്തനാവുന്നതിന് മുന്നേ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്ന കാര്യം, അല്ലെങ്കിൽ മദ്യപാനാസക്തനാവുന്ന ഒരാളുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദാരുണമായ ആദ്യത്തെ കുടി പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു മദ്യാസക്തനിൽ മുറ്റി നിൽക്കുന്ന ചിന്താഗതികൾ ഏതെല്ലാം തരത്തിലായിരിക്കും എന്നാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഭാര്യ വിവാഹമോചനം നേടാൻ ഒരുപെട്ടിരിക്കുന്ന സമയത്തോ, കടത്തിൽ മുക്കാൻ പോകുമ്പോഴോ, അയാളുടെ സ്നേഹിതന്മാർ വീണ്ടും അയാൾ മദ്യഷാപ്പ് നോക്കി നേരെ നടന്നു കയറുന്നു കാണുമ്പോൾ അമ്പരന്ന് പോകുന്നു എന്നുള്ളതാണ്. വളരെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സമയം. ഭാര്യ വിവാഹമോചനം നേടാൻ പോകുന്നു. അപ്പോൾ ഒക്കെ നമ്മൾ വിവേകത്തോടു കൂടി വേണം അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ. അതോടൊപ്പം തന്നെ മൊത്തം നഷ്ടപ്പെട്ട് വീടൊക്കെ ജപ്തി ചെയ്യാൻ പോകുന്നു. കടത്തിൽ മുങ്ങിയിട്ട് എല്ലാ ഭാഗത്തും കടക്കാർ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ മദ്യപാനാസക്തനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്തെന്നെ ചുറ്റുവട്ട് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളെവിടെയാണോ മദ്യം കിട്ടുക ആ മദ്യത്തിൻ്റെ നേരെ ചെല്ലും. മറ്റുള്ള ആളുകൾക്ക് ഇതൊക്കെ എന്താണ് ഇത്തരത്തിൽ ഇയാൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് ആളുകൾ കുറ്റപ്പെടുത്താറുണ്ട്. അവൻ എന്തിൻ്റെ ഒരു കുറവാണ്, അവൻ എന്താ കാണിക്കുന്നത്, അവൻ്റെ അവസ്ഥ, അവനാണോ കുടിക്കുക. നമ്മൾ കൂട്ടായ്മയിലെത്തിയിട്ട് തന്നെ നിരന്തരമായിട്ട് റിലാപ്സ് പറ്റുന്ന ആളുകളെ നോക്കിയിട്ട് പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. യഥാർത്ഥ മദ്യപാനാസക്തനാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമ്മളോട് പറയുന്നുണ്ട്. ആ മാനസികാവസ്ഥയാണ്, അത്ര മോശമായ മാനസികാവസ്ഥ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ മദ്യപാനാസക്തരായി പോകുന്നത്. അപ്പോൾ പിന്നെ അയാളുടെ സാഹചര്യങ്ങൾ അയാൾ അങ്ങനെ ആയിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥമായ മദ്യപാനാസക്തനാണെങ്കിൽ അവൻ്റെ ചുറ്റുമുള്ളത് മൊത്തം ഇടിഞ്ഞു വീണാലും അവന് മദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ ഒരു ഉദാഹരണം പറയുകയാണ് ജിം എന്ന് വിളിക്കുന്നൊരു സുഹൃത്തിനെ കുറിച്ച്. വളരെ സുന്ദരിയായൊരു ഭാര്യയുണ്ട്, നല്ല കുടുംബമാണ് അയാളുടെ, നല്ല കച്ചവടമുള്ള അയാൾക്കൊരു വാഹനങ്ങളുടെ കച്ചവടം നടത്തുന്ന ഒരു ഏജൻസി അയാൾക്ക് കുടുംബവകയായിട്ട് കിട്ടിയിട്ടുണ്ട്. അയാൾ അന്നത്തെ കാലത്ത് ലോകമഹായുദ്ധത്തിലെ ഒരു സൈനികനായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു കച്ചവടക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആകളുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ അദ്ദേഹം ഇങ്ങനെ ശുണ്ഠി പിടിക്കുന്ന ഒരു ക്ഷോഭം ഉണ്ടാവുന്ന, ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം മാത്രമാണ് അദ്ദേഹത്തിനുള്ളൂ. ബാക്കിയൊക്കെ വളരെ നല്ല ബുദ്ധിയുള്ള ആളാണ്, നന്നായിട്ട് വായിക്കുകയും അറിവൊക്കെ ഉള്ള ആളാണ്. അയാളുടെ 35-ാമത്തെ വയസ്സ് വരെ അയാൾ മദ്യം തൊട്ടിട്ടേ ഇല്ല. ആ മനുഷ്യൻ 35-ാമത്തെ വയസ്സിന് ശേഷം തുടങ്ങിയ കുടി
അയാളെ പിന്നീട് കുടിച്ചു കഴിഞ്ഞാൽ അയാൾ മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരു മനുഷ്യനായി മാറുകയും അയാളെ പൂട്ടിയിടുന്ന റീഹാബുകളിൽ അടച്ചിടേണ്ട നിലയിലെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇത്രയും കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ജിം എന്ന് പറയുന്ന അയാൾക്ക് നല്ല ഭാര്യയുണ്ട്, നല്ല കുടുംബം ഉണ്ട്, നല്ല കച്ചവടക്കാരനാണ്, എല്ലാ തരത്തിലും ബുദ്ധിയുള്ളവനെ 35 വയസ്സിനെ കുടിച്ചിട്ടില്ല. ആ വ്യക്തി ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആളുകളുമായിട്ട് അന്നത്തെ ബന്ധപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ പഴമക്കാർ അദ്ദേഹത്തിന് സന്ദേശം കൊടുക്കുന്ന സമയത്ത് അവർ അദ്ദേഹത്തിനോട് മദ്യപാനാസക്തിയെ പറ്റിയിട്ട് നമ്മൾ പ്രോഗ്രാമിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷകളും പങ്കുവെക്കലാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രധാനമായിട്ടുള്ള പരിപാടി. അപ്പോൾ ഞങ്ങളുടെ അനുഭവം ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ ഈ രീതിയിലാണ് മുന്നോട്ട്, ഞങ്ങൾ എങ്ങനെയുള്ളവരാണ്, എന്ത് സംഭവിച്ചു, ഇപ്പോൾ എങ്ങനെയുള്ളവരാണ് എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മദ്യാസക്തി എന്നത് രോഗമാണ്, ഞങ്ങൾ ഈ രീതിയിലാണ് ഈ രോഗത്തിൽ നിന്ന് മോചനം നേടിയത് എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം നമ്മുടെ പരിപാടി ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പരിപാടി മീറ്റിങ്ങിൽ വരാനും പ്രോഗ്രാമിലേക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. അപ്പോൾ അയാളുടെ കുടുംബം വീണ്ടും വന്നു. അദ്ദേഹത്തിന് മദ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ അകലെ അദ്ദേഹം നകന്നു പോയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വിൽപ്പനക്കാരനെന്ന നിലയിൽ അയാളുടെ മദ്യപാനം കൊണ്ട് 35-ാമത്തെ വയസ്സിൽ തുടങ്ങിയ മദ്യപാനം കൊണ്ട് നഷ്ടപ്പെട്ട അതേ സ്ഥാപനത്തിൽ അദ്ദേഹം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കയറുകയാണ്. അപ്പോൾ വളരെ കുറച്ച് കാലത്തേക്ക് അദ്ദേഹം കുടിക്കുന്നില്ല, സംഗതിയൊക്കെ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം ഉണ്ട്, മദ്യപിക്കുന്നില്ല എന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ചിന്താഗതികൾ വിശാലമാക്കാൻ വരുമ്പോട്ടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ആത്മീയമായ ചിന്താഗതികൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികൾ, എന്തുകൊണ്ടാണ് ഈ പടികൾ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അദ്ദേഹം മദ്യപിക്കുന്നില്ല, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ സ്ഥാപനത്തിൽ വീണ്ടും ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടി അദ്ദേഹം ഒരു ആരംഭം കുറിച്ചു. എന്താ ഉണ്ടായത്? അയാൾ വളരെ പെട്ടെന്ന് മദ്യത്തിലേക്ക് നടന്നെടുത്തു. ആ നടന്നെടുക്കൽ വളരെ ദയനീയമായ രീതിയിൽ അയാളെ എത്തിക്കുകയാണ്. കുടിച്ചുന്മത്തനായി എന്നാണ് പറയുന്നത്. ഒരു തരത്തിലും ബോധമില്ലാത്ത രീതിയിൽ വീണ്ടും വീണ്ടും അയാളുടെ ജീവിതത്തിലുണ്ടായിരുന്ന അയാൾ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് എനിക്കിനി ആകെ ഒരു മോചനം എന്ന് പറയുന്നത് ഈ ഒരു ജോലിയാണ് എന്നുള്ള എല്ലാ ചിന്തയെയും മറന്നുകൊണ്ട് അയാൾ കുടിച്ചുന്മത്തനായി. ഒരൊറ്റ തെറ്റേ അയാൾ ചെയ്തുള്ളൂ. അയാളുടെ ആത്മീയമായ ചിന്താഗതികളെ വിശാലമാക്കാൻ അയാൾ പടികൾ പ്രാക്ടീസ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ പഴമക്കാർ അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ ജിമ്മ് പറയുന്നുണ്ട്, ഞാനൊരു മദ്യാസക്തനാണെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്, ഞാൻ ആൽക്കഹോളിക്കാണ്, എൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ഞാനൊരു മരണത്തിലേക്ക് എത്തുമെന്നും ജിമ്മ് പറയുന്നുണ്ട്. ഞാനൊരു റീഹാബിൽ അടച്ചു പൂട്ടുകയല്ലാണ്ട് എനിക്കിനി രക്ഷയില്ല എന്നും ജിമ്മിനറിയാം. മാത്രമല്ല ഈ ഒരു കുടി വീണ്ടും തിരിച്ചു വന്ന കുടുംബം, ഒരു പരിധിയുണ്ടല്ലോ എല്ലാ ആൾക്കാർക്കും, കുടുംബം തന്നെ വിട്ടുപോകുമെന്നും ജിമ്മിനറിയാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അയാൾ വീണ്ടും കുടിച്ച് ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ ജീവിതം എത്തിമുട്ടിയിട്ടും അയാൾ അങ്ങനെ കുടിച്ചെന്നുള്ളത്. അപ്പോൾ അയാളോട് പറഞ്ഞു, അയാളോട് തന്നെ കണ്ടെത്താൻ നമ്മുടെ പഴമക്കാർ പറയുകയാണ്. അപ്പം അദ്ദേഹം ആ അനുഭവങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അദ്ദേഹം പറഞ്ഞ കഥ, ചൊവ്വാഴ്ച രാവിലെ ഞാൻ ജോലിക്ക് വന്നു. എൻ്റെ സ്വന്തമായിരുന്ന സ്ഥാപനത്തിൽ ഞാൻ വിൽപ്പനക്കാരനാണെന്നത് എനിക്ക് പ്രയാസമുളവാക്കി. അപ്പോൾ അയാളുടെ ആ ഒരു മാനസികമായിട്ടുള്ള മെൻ്റൽ സോബർട്ടിയുടെ കാര്യം, മെൻ്റൽ സോബർട്ടി വളരെ മോശമായിരുന്നു. ഒരു ഡ്രൈവിംഗ് സിംറ്റംസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഓണറോട് ഗൗരവത്തോടെ അല്ലെങ്കിലും കുറച്ച് മുഷിച്ച് സംസാരിക്കേണ്ടി വന്നു. ഈ ട്രേഡിംഗ് സിംറ്റത്തിൽ നമ്മൾ ഒരു കാര്യവും ഇല്ലാണ്ട് മറ്റുള്ള ആളുകളോടൊക്കെ ചൂടാവാനും മറ്റുള്ളവരോടുള്ള നീരസം, ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം നീരസത്തോളം അദ്ദേഹത്തിനെ നശിപ്പിക്കുന്ന ഒന്നില്ല എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുതലാളിയോട് വളരെ കുറച്ച് സംസാരിക്കേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കാറിൻ്റെ വിൽപ്പനക്കാരനായ അദ്ദേഹം അത് വിൽക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കസ്റ്റമറെ കാണാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് വിശപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ അത് വണ്ടി അദ്ദേഹം പാർക്ക് ചെയ്ത് അവിടെ ഒരു ബാറ്, ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കയറി. അവിടെ ബാറും കൂടിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അയാൾക്ക് കുടിക്കണം എന്നുള്ള ചിന്തയില്ല, കുടി നിർത്തിയിരിക്കുന്ന ആളാണല്ലോ.
ആൽക്കഹോളിക്സ് അനോണിമസിലൊക്കെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എനിക്ക് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മൂക്കാണ്, ഞാനൊരു ആൽക്കഹോളിക്കാണ് എന്നൊക്കെ അറിയുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു റൊട്ടി കഴിക്കണം എന്ന ആഗ്രഹത്തിലാണ് അദ്ദേഹം ചെന്നത്. കാരണം വിശപ്പുണ്ട്. ചില സമയങ്ങളിൽ പണ്ടൊക്കെ അദ്ദേഹത്തിന് ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് വിൽപ്പന ചെയ്ത അനുഭവങ്ങളുള്ളപ്പോൾ ആരെങ്കിലുമൊക്കെ അവിടുന്ന് പരിചയപ്പെട്ടാൽ ഒരു കാറ് വിൽപ്പനയും കൂടി അവിടെ നടക്കും എന്ന ചിന്തയൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു ടേബിളിൽ പോയിരുന്നിട്ട് ഒരു പ്ലേറ്റ് റൊട്ടിക്കും ഒരു ഗ്ലാസ് പാലിനും ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ജിമ്മിന് കുടിക്കണം എന്നുള്ള വിചാരമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയൊക്കെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്ലേറ്റ് റൊട്ടിയും പാലൊക്കെ കുടിച്ചു. വീണ്ടും വിശപ്പ് മാറിയില്ല. വീണ്ടും ഒരു പ്ലേറ്റ് റൊട്ടിയും ഒരു ഗ്ലാസ് പാലിനും കൂടി അയാൾ ഓർഡർ കൊടുക്കുകയാണ് ജിമ്മ്. അപ്പോൾ ആ ഓർഡർ കൊടുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരികയാണ് ആകെ ഒരു ചിന്ത. ഈ പാലിൻ്റെ അകത്തേക്ക് ഒരു ഔൺസ് വിസ്കി ഒഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒഴിഞ്ഞ വയറ് പ്രശ്നമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഇപ്പോൾ ഒരു റൊട്ടിയും പാലൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണല്ലോ, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പലപ്പോഴും വയറ് നിറഞ്ഞു കഴിഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ കിക്ക് ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ചിന്ത പല രീതിയിലാണല്ലോ. ഈ മദ്യത്തിൻ്റെ കെമിക്കലിൻ്റെ റിയാക്ഷനെ കുറിച്ചൊന്നും അറിയാണ്ട് പിന്നെ നമ്മൾ കേട്ട് പഴകിയ പല പല കാര്യങ്ങളും ഉണ്ടല്ലോ. പകലരുത്, പഴുതരുത്, പഴമരുത് എന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ചൊല്ലുകളൊക്കെ ഉണ്ടാവും നമ്മളുടെ അടുത്ത്. ആ രീതിയിൽ ജിമ്മിന് തോന്നുകയാണ്, വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്തൊരു പാലും റൊട്ടിയും വരുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, എൻ്റെ വയറൊക്കെ നിറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിലാണല്ലോ ഈ രണ്ടാമത്തേത് ഓർഡർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം ഒരു ഔൺസ് വിസ്കി ഒഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത വന്നതും, ആ ചിന്ത ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ അദ്ദേഹത്തിന്. ഉടൻ തന്നെ അദ്ദേഹം അയാൾ വിസ്കിക്ക് ഓർഡർ കൊടുത്തു എന്നുള്ളതാണ്. വിസ്കിക്ക് ഓർഡർ കൊടുക്കുന്നു. ആ ഭക്ഷണം വരുമ്പോൾ അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം അയാൾക്കൊരു ആശ്വാസമുള്ളത്, ഓ എൻ്റെ വയറൊക്കെ നിറഞ്ഞ് ഇരിക്കുകയാണ്, അതിലേക്ക് വിസ്കി കുടിച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള രീതിയിലാണല്ലോ അദ്ദേഹം. ആ ഒരു ആശ്വാസത്തിലാണ്. അപ്പോൾ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണം വിജയിച്ചു, വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, ലഹരിയൊന്നും വരുന്നില്ല. വീണ്ടും ഒരു പാലിനും വിസ്കിക്കും ഓർഡർ കൊടുക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് വീണ്ടും അയാൾ മദ്യം കഴിക്കുകയാണ്. ആ കഴിപ്പ് പിന്നീട് എന്താ ഉണ്ടാവുക എന്നുള്ളത് പറയുന്നില്ല, നമുക്കറിയാം എന്താ ഉണ്ടാവുക എന്നുള്ളത്. വീണ്ടും റീഹാബുകളിലേക്കുള്ള യാത്ര ജിമ്മ് തുടരുകയാണ്. അപ്പോൾ മദ്യപിച്ചതിനെ തുടർന്നുണ്ടാവുന്ന അയാൾക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ള പീഡനങ്ങൾക്ക് പുറമേ മറ്റ് ശിക്ഷ ലഭിക്കുമെന്നുള്ള കാര്യം അയാൾക്ക് ഓർമ്മ വരുന്നു. റീഹാബിലുണ്ടാവുന്ന പീഡനങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ, കാരണം ബഹളങ്ങൾ ഉണ്ടാക്കും, മറ്റ് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, ഭാര്യയും മറ്റേ മക്കളൊക്കെ വിട്ടുപോകും എന്നുള്ള പേടി, ജോലി ആ കുറേ കാലത്തിന് ശേഷം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൊരു ജോലി തിരിച്ചു കിട്ടിയിരിക്കുകയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാനുള്ള ആകെയുള്ള ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ അതും നഷ്ടപ്പെടുന്നുള്ള അവസ്ഥ. അപ്പോൾ അവിടെ നമുക്ക് അയാൾക്ക് ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ള യാതനയും അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലുണ്ടാവുന്ന പ്രയാസങ്ങളൊക്കെ വിട്ടുകളയാം. ഒരു മദ്യപാനം എന്ന നിലയിൽ അയാളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിട്ടും അയാളൊരു ആൽക്കഹോളിക്കാണെന്ന് ജിമ്മിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അവിടെ വിസ്കി പാലിൽ കലർത്തി കുടിച്ചാൽ തനിക്ക് വിസ്കി കഴിക്കാമെന്ന വിഡ്ഢിത്തം നിറഞ്ഞ ചിന്ത എങ്ങനെയാണ് അയാളുടെ മനസ്സിൽ വന്നതെന്നുള്ളതാണ്. അപ്പോൾ മദ്യപിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ട പ്രതിരോധങ്ങളെയൊക്കെ തന്നെ നശിപ്പിച്ചത് ആ ഒരു ചിന്ത കൊണ്ട്, ആ വിഡ്ഢിത്തരമായ ആ ഒരു ചിന്തയാണ്. അവിടെ എല്ലാ തരത്തിലുമുള്ള അയാളുടെ ഇച്ഛയെ മാറ്റിക്കൊണ്ട് താനൊരു മദ്യാസക്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് ജിമ്മ് കണ്ടുപിടിച്ച ഒരു തന്ത്രം. എല്ലാ മദ്യാസക്തരും ആ രീതിയിലുള്ള പല പരിപാടികളുമാണ്, ആരും അറിയാണ്ട് 2 മാത്രം അടിക്കാം എന്നുള്ള ചിന്ത. അതുതന്നെയാണ് ജിമ്മിനും ഉണ്ടായത്. അപ്പോൾ തനിക്ക് വിസ്കി പാലിൽ കലർത്തിയാൽ കുടിക്കാമെന്ന ചിന്ത കൊണ്ടാണ് അയാൾ വീണ്ടും കുടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു ആൽക്കഹോളിക് ആണെന്നുള്ള ബോധത്തെയൊക്കെ നീക്കിക്കൊണ്ട് അയാൾ വീണ്ടും കുടിച്ച് ആ രീതിയിലേക്ക് എത്തിപ്പെടുകയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള ആൾക്കാർ ഭ്രാന്താണെന്നാണ് പറയുക. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് അയാൾ പഠിക്കുന്നില്ല, അയാൾക്ക് ചിന്തിക്കാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല. അപ്പം അതിനെന്താണ് വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ, അല്ലെങ്കിൽ ഇത്തരം ഒരു അനുഭവങ്ങളിലൂടെ കടന്നു വരാത്ത ഒരാൾ വിചാരിക്കും ഇതൊക്കെ എന്താ പ്രാന്താണ്, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ നമ്മൾ കുറേ കൂട്ടി പറയുകയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ നമുക്കറിയാം, നമ്മൾ കണ്ട നമ്മളുടെ അനുഭവങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റംഗങ്ങളുടെ അനുഭവങ്ങൾ, നമ്മളെന്നും കേൾക്കുന്നുണ്ട് പല അനുഭവങ്ങൾ. ആ അനുഭവങ്ങളിൽ ഇതത്ര വലിയ സംഭവിക്കാൻ പറ്റാത്ത കാര്യമല്ല നമുക്കറിയാം. ജീവിതത്തിലുണ്ടാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ, അവസാനത്തെ കച്ചിത്തുരുമ്പ് പോലെ ഭാര്യയും സുഹൃത്തുക്കളൊക്കെ വന്ന് ഇനി കുടിക്കില്ല എന്നുറപ്പുണ്ടായിട്ടും ഈ പറയുന്ന ആത്മീയ ചിന്താഗതിയെ വിശാലമാക്കാൻ ഒരുമ്പെടാതെ വീണ്ടും പോയി കുടിക്കുന്ന പാവപ്പെട്ട അല്ലെങ്കിൽ ദുർബലരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തിരിയല്ല. നമുക്ക് മാത്രമേ മനസ്സിലാവൂ, സമൂഹത്തിലെ മറ്റാളുകൾക്ക് മനസ്സിലാവില്ല. എന്നിട്ട് പോലും നമ്മൾ പലരും കുറ്റപ്പെടുത്താറുണ്ട്. എന്തിൻ്റെ കുറവാണ് അവന്, ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നില്ലേ, അവൻ എന്താ വീണ്ടും പോയി കുടിക്കുന്നത് എന്നൊക്കെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ നമ്മളല്ലാതെ ആരാണ് ഇവരെ മനസ്സിലാക്കുക? കാരണം നമുക്കറിയാം ഈ രോഗം അത്ര കഠിനമാണ് എന്നുള്ളതാണ്. ഇപ്പം മദ്യം കുടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന എന്തൊക്കെയാണ് പ്രശ്നം എന്നൊക്കെ നമ്മുടെ ഉള്ളിലും പലപ്പോഴായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ജിമ്മിനുണ്ടായതിനേക്കാൾ കൂടുതലായിട്ട്. പക്ഷേ എല്ലാ കാര്യത്തെയും നീതീകരിക്കുന്ന നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ദൂഷ്യം തന്നെയാണത്. നമുക്ക് എല്ലാത്തിനും നമ്മുടേതായ നീതീകരണം ഉണ്ടാക്കും, നമ്മുടേതായ ന്യായങ്ങൾ നമ്മൾ കണ്ടെത്തും. അപ്പോൾ ആ ഒരു കാര്യമാണ് ആദ്യത്തെ കുടി നമുക്ക് തടയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഭ്രാന്തിന്, ഇപ്പം ജിമ്മിനുണ്ടായ അവസ്ഥയെ പുറത്തുള്ള ആൾക്കാർ ഭ്രാന്ത് എന്നാണ് പറയുക. അപ്പം അതേപോലെയുള്ള നിസ്സാരമായ ഒഴിവ് കഴിവ് പറയുക എന്നത് നമ്മുടെ യഥാർത്ഥ സ്വഭാവം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തിനേയും ന്യായീകരിക്കുന്ന നമ്മുടെ സ്വഭാവം അതുതന്നെയാണ് മദ്യം കഴിക്കുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഒറ്റ കാര്യം കൊണ്ടാണ്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്ക് നമ്മുടേതായിട്ടുള്ള നീതീകരണം, ന്യായീകരണം നമ്മൾ നടത്തും. നമ്മൾ ഒരാളുടെ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ന്യായീകരണമുണ്ട്. അവൻ അത് ചെയ്തത് കൊണ്ടല്ലേ ഞാൻ അവൻ്റെ കുറ്റം പറഞ്ഞ്. മറ്റു മദ്യാസക്തരുടെ വിലയിരുത്തലുകൾ എടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. നമ്മൾ പ്രോഗ്രാമിലെത്തിയ ശേഷവും പല രീതിയിൽ നമ്മൾ മറ്റുള്ള ആളുകളെ കുറ്റം പറയും. കുടിച്ചു പോയ ആളുകളെ നമ്മളിവിടെ വിലയിരുത്തി കളിയാക്കി പറയാറുണ്ട്. പലപ്പോഴും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വാട്സപ്പ് മീറ്റിങ്ങുകളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ സ്വഭാവത്തിലുണ്ടാവുന്ന എല്ലാ കാരണത്തിനും പറയുന്ന ന്യായീകരണം, മദ്യാസക്തൻ്റെ അടിസ്ഥാനപരമായൊരു സ്വഭാവമാണ് ന്യായീകരണ സ്വഭാവം എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെ വില്ലനായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. മദ്യം കഴിക്കുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെടുകയാണ് ഈ സ്വഭാവം. അപ്പോൾ പിറ്റേ ദിവസം ഇത് കുടിച്ചു പോയി കഴിഞ്ഞുണ്ടാവുന്ന കുറ്റബോധത്തിലൊക്കെ നീറിയിരിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് എന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കും. എന്ത് പറ്റി ദൈവമേ, എനിക്ക് എന്ത് പറ്റി എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ പല അവസരങ്ങളിലും ശരീരത്തിലുണ്ടാവുന്ന, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ നീർക്കെട്ടാണ്, വേദനയാണ് എന്നുള്ള ആ വേദന മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ മനഃപൂർവ്വമോ അല്ലാതെയൊക്കെ ആയിട്ട് നമ്മൾ കുടിച്ചുന്മത്തനാവാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കുടിയുടെ തുടക്കത്തിൻ്റെ കാര്യത്തിൽ ആ തുടക്കത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പിന്നീടുണ്ടായ പല സംഭവ വികാസങ്ങളും ഉണ്ടാവും നമ്മുടെ കുടിയിൽ. ആദ്യത്തെ ആ ഒരു കുടി തുടക്കമിടുന്നതിന് പിന്നീട് നമ്മൾ എന്താ ചെയ്യുക, ഇതിനൊക്കെ ന്യായീകരണങ്ങളും ഒഴിവ് കഴിവുകളും പറയും എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ പുറത്തു നിന്ന് ചിന്തിക്കുന്ന ആളൊരു വട്ടന്മാരാണ് ഇവർ എന്ന് പറയുമ്പോൾ നമ്മളത് സമ്മതിച്ചു കൊടുക്കാൻ നിർബന്ധിതരാണ്. കാരണം അതുതന്നെയാണ് നമ്മുടെ രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ പറയുന്ന ന്യായീകരണങ്ങൾ നമുക്ക് മാത്രമാണ് ന്യായീകരണം, പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു ന്യായീകരണമല്ല. ഒരു രസത്തിന് വേണ്ടിയല്ലാതെ മനഃപൂർവ്വം ഞങ്ങൾ കുടിക്കാൻ ആരംഭിച്ചപ്പോൾ അങ്ങനെ കുടിക്കുന്നതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഫലപ്രദവും ഗൗരവവുമായ യാതൊരുവിധ മുൻധാരണയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്താ സംഭവിക്കുന്നത്? ഒരു രസത്തിന് വേണ്ടിയല്ലാതെ മനഃപൂർവ്വം കുടിക്കുകയാണ്. അപ്പം അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന് പലപ്പോഴും നമുക്കറിയാൻ പറ്റും. പിന്നീട് നടക്കുന്ന കുടികളൊന്നും രസത്തിന് വേണ്ടിയിട്ടല്ല, കുടിച്ചേ പറ്റൂ എന്ന രീതിയിലാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ എന്താണ് കുടി കഴിഞ്ഞാൽ ഉണ്ടാവുക എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻ അനുഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ കുടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രോഗം ആൽക്കഹോളിസം എന്ന് പറയുന്ന അമിത മദ്യപാനാസക്തി എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഭീകരാവസ്ഥ നമ്മുടെ മാനസികമായിട്ടുള്ള ആ ചിന്തകളെ നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ കഴിയുകയോ ഒന്നും കഴിയില്ല. അതിനൊക്കെ പകരം നമ്മൾ നീതീകരിക്കുന്ന കാര്യങ്ങളും ഒഴിവ് കഴിവുകളും പറയുന്ന നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങൾ അത്രയ്ക്ക് ഹീനവും ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ ഹരം ബാധിച്ചതിൻ്റേതുപോലെ ദുർഗ്രാഹ്യവുമാണ്. നമ്മുടെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മോശമാണ്. എന്തെങ്കിലും കാര്യത്തിൽ ഹരം ബാധിച്ചവൻ്റെ പോലെ ദുർഗ്രാഹ്യം ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഒരു ഹരം ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കാര്യത്തിൽ നിരന്തരമായിട്ട് അതേ പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണിത്. അതിനൊരു ഉദാഹരണം വളരെ വിചിത്രമെന്ന് തോന്നുന്ന, എന്നാൽ യഥാർത്ഥത്തിൽ ഒരു അമിത മദ്യപാന രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ആപ്റ്റായിട്ടുള്ളൊരു ഉദാഹരണം വേറെ കണ്ടിട്ടില്ല ഞാൻ. അതിന് പറയുന്ന ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ചീറിപ്പാഞ്ഞു വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡിലൂടെ കണ്ണ് പൂട്ടിയിട്ട് ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഒരു നിത്യവും ഒരാളിങ്ങനെ ചെയ്യാണ്. കണ്ണ് പൂട്ടിയിട്ട് ഒരു ഹൈവേ കൂടെ, നാഷണൽ ഹൈവേ കൂടെ റോഡ് ക്രോസ് ചെയ്യാണ്. അപ്പോൾ അത്രയധികം നിർത്താതെ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ വണ്ടികളുടെ ഇടയിലേക്ക് ഒരാൾ മുന്നോട്ട് വരുമ്പോൾ അത് അയാളെ ഒരു രസമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ പറയും, എന്ത് പരിപാടിയുടെ ഈ എവിടേക്ക് പോണ്, ഇത്ര വണ്ടിയായി വരുന്ന മുന്നിൽ കൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടി ഇടിച്ചിട്ട് എനിക്ക് പ്രശ്നമാവില്ല, ഈ ഹോസ്പിറ്റലിൽ പോവില്ലേ എന്നൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ ഇതൊക്കെ അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ, ഞാൻ ഇതിലും വലുത് ചാടിക്കടന്നവനാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ കുറേ നാളൊക്കെ ഈ പണി ആസ്വദിക്കും. ഇത് തന്നെയാണ് കുടിയുടെ കാര്യത്തിലും വരിക. അപ്പോൾ തുടക്കത്തിലൊക്കെ ആൾക്കാർ അയാളൊരു ഭയങ്കര തമാശക്കാരനാണ്, അയാളിങ്ങനെ ഇത്രയും ചീറിപ്പായുന്ന വണ്ടികളുടെ ഇടയിൽ ക്രോസ് ചെയ്താൽ അയാൾക്ക് ഇതൊക്കെ അറിയാം, അറിഞ്ഞിട്ട് അയാളിങ്ങനെ പോവും, അയാളിങ്ങനെ വണ്ടി ഇടിക്കും എന്നൊക്കെ പറയും. അപ്പം പല സമയങ്ങളിലും അയാളെ ഭാഗ്യം, അയാൾ തുടക്കത്തിലൊക്കെ അയാൾ ഈ കണ്ണടച്ച് പോകുമ്പോൾ അയാളുടെ ഒരു ഭാഗ്യം കൊണ്ട് വണ്ടികളെ അയാൾ ഇടിക്കുന്നില്ല. അപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്, സൂക്ഷിച്ചോട്ടോ, അത് റോഡ് അത്രയും വണ്ടിയായി, എന്തോ ഭാഗ്യത്തിനാണ് അങ്ങനെ പോകുന്നത്, നിനക്ക് പണിയാവുമേ എന്ന് പറയുമ്പോൾ ഇതൊന്നും എനിക്കൊരു വിഷയമല്ല എന്നുള്ള രീതിയിലാണല്ലോ പോകുന്നത്. കാരണം ആര് പറഞ്ഞാലും ഒന്നും കേൾക്കാത്ത രീതിയിലാണ് ഉള്ളത്. പക്ഷെ വളരെ പെട്ടെന്ന് അയാൾക്ക് ഈ ഭാഗ്യ അധികാരം നീണ്ടിരിക്കില്ല. നമ്മുടെ തുടക്കത്തിലുണ്ടാകുന്ന കുടി അങ്ങനെയാണല്ലോ. തുടക്കത്തിൽ കുടി നടക്കുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. സുഹൃത്തുക്കളുടെ ഒപ്പം നിയന്ത്രിച്ചിട്ടും ഒരു സോഷ്യൽ ഡ്രിങ്കറെ പോലെ തന്നെയാണ് ഒരു മദ്യാസക്തൻ്റെ ജീവിതത്തിൽ കുടി തുടങ്ങുന്നത്. വളരെ പെട്ടെന്ന് ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്ക് കുറേ കാലം ഭാഗ്യം ഒരു തമാശക്കാരനാണ്, അയാളങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തുനിന്നാണ് പെട്ടെന്ന് സ്ഥിതിഗതികൾ മാറി. തുടരെ വണ്ടി ഇടിക്കാൻ തുടങ്ങി. ഒരു വട്ടം ഇടിക്കേ വേണ്ടു. പിന്നീട് തുടരെ കുടിയൻ്റെ കാര്യം എങ്ങനെയാണ്, ഒരു അമിതമായിട്ടുള്ള മദ്യാസക്തി ആ തുടക്കത്തിലുണ്ടായിരുന്ന നിയന്ത്രണമൊക്കെ മാറി ഒന്നും കൂടി തുടങ്ങി കിട്ടേ വേണ്ടു. പിന്നെ തുടരെ അതിലേക്ക് എത്തും, വല്ലാത്ത അവസ്ഥയിലേക്ക് അയാൾ എത്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ആളിനെ അയാളുടെ ഭാഗ്യം വിട്ടൊഴിഞ്ഞ് അയാളെ വണ്ടി ഇടിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ സാമാന്യ ബുദ്ധി ഉള്ള ആളുകൾ, അയാൾക്കൊരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ അയാൾ ഈ പരിപാടി നിർത്തും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുക. പക്ഷേ അവിടെ അയാൾക്ക് പരിക്ക് പറ്റി, അയാളുടെ തലയോട്ടിക്ക് പരിക്കേറ്റിട്ട് അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീട് ഈ പരിപാടിക്ക് തന്നെയാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ അത്യധികം സ്പീഡിൽ വന്നൊരു വണ്ടി അയാളെ ഇടിക്കുകയാണ്. അയാളുടെ കൈ വീണ്ടും ഒടിയാണ്. ഓൾറെഡി തലയോട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കയ്യും കൂടി പരിക്ക് പറ്റിയിട്ട് സ്വതവേ ദുർബല പോരാത്തതിന് ഗർഭിണി എന്ന് പറഞ്ഞ പോലെ അയാളവിടെ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഈ പരിപാടി ഞാൻ നിർത്തുകയാണ്, എനിക്ക് വയ്യ, ഈ വാഹനത്തിൻ്റെ ഇടയിലൂടെയുള്ള ക്രോസ് ചെയ്യൽ ഞാൻ നിർത്തുകയാണെന്നുള്ള സത്യം ചെയ്യാണ്. പക്ഷേ അയാൾക്ക് അധികാരമൊന്നും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അയാൾ വീണ്ടും റോഡ് ക്രോസ് ചെയ്യാൻ ഇറങ്ങുന്നു. അയാളുടെ കാല് ഒടിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഇത് കാലങ്ങളോളം തുടരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴൊക്കെ അയാളിങ്ങനെ പ്രതിജ്ഞ പറയുന്ന പോലെ അയാൾ പറയുന്നുണ്ട്, ഇനി ഞാൻ ശ്രദ്ധിക്കും,
എന്ത് വന്നാലും ഹൈവേ കൂടെ ഞാൻ ക്രോസ് ചെയ്യുമ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറ്റിയല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി ശ്രദ്ധിച്ചു കൊണ്ടാണ് നടക്കുക, നടു റോഡിൽ നിന്ന് ഞാൻ മാറി നടക്കും എന്നൊക്കെ പറയും. പക്ഷേ അയാളെ കൊണ്ടത് പറ്റുന്നില്ല. ഒരു പണിക്കും കൊള്ളാത്തവനായിട്ട് ആ വ്യക്തി മാറുന്നു. അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിക്കുകയാണ്. കാരണം ഒരു പ്രാന്തനല്ലേ, ഒരു തരത്തിൽ ഇത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. പിന്നെയും പിന്നെയും റോഡിൽ ഇറങ്ങുക, ഹൈവേ കൂടെ ക്രോസ് ചെയ്യുക, ഈ പരിപാടിയാണ് അയാൾ നടത്തുന്നത്. അപ്പം ജനങ്ങളൊക്കെ പിന്നെ അയാൾ എന്താ പ്രാന്തനാണെന്ന് വിശേഷിപ്പിക്കില്ല, ഇങ്ങനെ ഒരാളിങ്ങനെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അയാൾ എന്തൊക്കെ ചെയ്തിട്ടും അയാളുടെ തലയുടെ ഉള്ളിൽ നിന്ന് ഈ റോഡ് ക്രോസ് ചെയ്യുക എന്ന ആശയത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. അയാൾക്ക് ആഗ്രഹമുണ്ട്. അയാൾക്ക് ഈ ഉണ്ടാവുന്ന ഈ കാല് ഒടിഞ്ഞത്, തലയൊട്ടി പോയത്, പിന്നീട് കൈ ഒടിഞ്ഞതൊക്കെ ഈ റോഡ് ക്രോസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് അയാൾക്കറിയാം. പക്ഷെ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടി ഒരു പ്രാന്താശുപത്രിയിൽ അടച്ച മുറിയിൽ കഴിയാണ്. അപ്പോൾ കുറേ കാലം അദ്ദേഹം കഴിഞ്ഞ ശേഷം ചീറിപ്പാഞ്ഞു വരുന്നൊരു ഫയർ എഞ്ചിൻ്റെ മുന്നിൽ അയാൾ പെടുകയാണ്. ഈ ഒരു പരിപാടിയിൽ വെച്ച് അയാളുടെ മുതുകൊല്ലൊടിയുന്നു. അപ്പോൾ അയാളുടെ തലയോട്ടി ഒടിഞ്ഞു, കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു. ഇതൊന്നും പൂർണ്ണമായിട്ട് ശരിയാവുന്നതിൻ്റെ മുന്നെയാണ് കുറേ കാലം ഒരു പ്രാന്താശുപത്രിയിൽ കടന്ന് പുറത്തിറങ്ങി വന്ന അയാളുടെ മുതുകല്ല് ഫയർ എഞ്ചിൻ തട്ടിയിട്ട് ഒടിയാണ്. ഇതെന്താണ്? ഈ ഒരു ഉദാഹരണം തന്നെയല്ലേ ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം? ഇതൊരു പുറമേ നിന്നൊരാൾ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കഥ റോഡ് ക്രോസ് ചെയ്യുന്ന ആളെക്കുറിച്ച് കേട്ടാൽ എന്താ പറയുക? അപ്പം നമ്മളാണെങ്കിലും ഇത്തരം ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക? ഇതെന്തൊരു പ്രാന്തന, പിന്നെ എന്ത് പരിപാടിയെ കാണിക്കുന്നത്? പിന്നെ അറിയില്ലേ, ഒരു വട്ടം ഒക്കെ അല്ലെങ്കിൽ 2 വട്ടം ഒരു അപകടം ഉണ്ടായി, തലയോട്ടി പോയി, എന്നിട്ടും പഠിച്ചില്ല, കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, എന്നിട്ടൊരു പ്രാന്താശുപത്രിയിൽ ഇട്ട് കഴിഞ്ഞിട്ടും വീണ്ടും അയാൾ ആ പരിപാടിക്ക് നിന്നു എന്ന് പറയില്ലേ? ഈ ഉദാഹരണം തന്നെയല്ലേ നമ്മളെപ്പോലെയുള്ള മദ്യാസക്തനെ പറ്റിയിട്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ റോഡ് മുറിച്ച് കടക്കുന്നവനെ പോലെ അമിത നമ്മളെപ്പോലെയുള്ള മദ്യാസക്തൻ്റെ ഒരു അവസ്ഥ, മദ്യപാന രോഗിയെ പോലെയുള്ള ഒരാളുടെ അവസ്ഥയാണ് പറയേണ്ടത്. അപ്പോൾ ഈ ഒരു ഉദാഹരണം പോലെയാണ് നമ്മളും എന്നുള്ളതാണ്. ഏതൊക്കെ ബുദ്ധിപരമായ ഔന്നത്യം ഉണ്ടെങ്കിലും മദ്യവുമായിട്ട് ഇടപഴകുമ്പോൾ ഒരു പ്രാന്തനെ പോലെയാണ് നമ്മൾ പെരുമാറിയിരുന്നത് എന്ന് പഴയ കാലത്തെ നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. ഇതിൽ പറയുന്നുണ്ട്, അത് കുറച്ച് കടുത്ത ഭാഷയിലാണെങ്കിലും ഇതല്ലേ സത്യം എന്നുള്ളതാണ്. സത്യമായിട്ട് അതാണ്, അത്തരം പ്രവൃത്തിയാണ് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ ആവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ സത്യമാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും, ചില ആൾക്കാരൊക്കെ പറയും ഇതൊന്നും ഞങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഇങ്ങനെയൊന്നല്ല, ചില ലക്ഷണങ്ങളൊക്കെ ഞങ്ങളിലുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു, മറ്റുള്ളവരൊന്നും എത്തിയ പോലെ ഞങ്ങൾ എത്തിയിട്ടില്ല. പലരും പറയാറുണ്ട്, ഞങ്ങളിപ്പോൾ ഈ അടിയൊന്നും തട്ടിയിട്ട് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളൊരു കുടിയനൊന്നും അല്ല കേട്ടോ, ഞാനിങ്ങനെ എനിക്ക് പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിർത്തി, ഞാനൊരു ബിഞ്ചാണ്, ഞാനങ്ങനെ ഡെയിലി കുടിക്കുന്ന ഒരാളൊന്നല്ല എന്നൊക്കെ പറയുന്ന ആളുകളെയും കണ്ടാറുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കണം, ആ റോഡ് ക്രോസ് ചെയ്ത ആൾക്ക് തുടക്കത്തിൽ അയാൾ അങ്ങനെയായിരുന്നു. തുടക്കത്തിൽ അയാൾക്ക് കുറേ ഭാഗ്യം കടാക്ഷിച്ചിട്ടുണ്ട്, പിന്നീടാണ് അയാൾ ഇടിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എത്തില്ല എന്നൊന്നും നമുക്ക് ആർക്കും ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് നമ്മളോട് സൂചന തരികയാണ്. ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കും, അല്ലാത്ത പരിപാടിക്ക് നിൽക്കത്തില്ല. ഈ രീതിയിൽ എനിക്കത്ര പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കത് ഒരു പരിശീലനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിയുള്ളോ നിൽക്കുമോ? ഈ ഒരു അനുഭവം കണ്ടാൽ അറിയാം, എനിക്കത് വരാനുള്ള സാധ്യത വിരളമൊന്നുമല്ല, എനിക്കും ഇത് വരാം എന്ന് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കേണ്ടതിൻ്റെ. നമ്മളിപ്പോൾ അത്തരത്തിലൊന്നും എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ താങ്ക് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആത്മീയമായ ഉപകരണങ്ങളായ പടികളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആളുകളും എത്തിയ പോലെ തകർച്ചയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അമിത മദ്യപാന രോഗിയല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമായിരിക്കാം. പല രീതിയിലും അവർ ബുദ്ധിശൂന്യമായിട്ട് മറ്റുള്ള ആളുകളെ പോലെ അല്ലാതെ അവർ അമിതമായ അളവിലൊക്കെ കഴിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും കുടിയെ നിയന്ത്രിക്കാനും ഒക്കെ കഴിഞ്ഞു എന്ന് വരാം. കാരണം അവരുടെ തലച്ചോറുകളും ശരീരവും ഒരു അമിത മദ്യപാന രോഗിയെ പോലെ കേട് പറ്റിയിട്ടുള്ളതല്ല എന്നാണ് പറയുന്നത്.
സ്വന്തം അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തികഞ്ഞ അമിത മദ്യപാന രോഗിക്ക് മദ്യം നിർത്തുവാൻ ഒരിക്കലും കഴിയുന്നില്ല. നമുക്കറിയാം, ഒരു മദ്യപാനാസക്തനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്ക് മദ്യത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ അനുഭവങ്ങളും. അപ്പോൾ അതിൻ്റെ ഒരു അപവാദങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ശക്തിയായിട്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഈ ഒരു കടുത്ത അനുഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം അത് തന്നെയാണ് ഇനിയും ഈ ഒരു പ്രോഗ്രാമിലെത്താത്ത ആളുകളിലേക്ക് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം അത് തന്നെയാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അമിത മദ്യപാന രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും മദ്യത്തെ നിയന്ത്രിച്ച് കഴിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് പൂർണ്ണമായിട്ടുമുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നമ്മളുടേതും നമ്മുടെ മുന്നേ കടന്നുപോയ ആൽക്കഹോളിക്സ് അനോണിമസിലെ പഴമക്കാരുടെയൊക്കെ അനുഭവങ്ങൾ. അപ്പം അതുതന്നെയാണ് അടി തട്ടി അല്ലെങ്കിൽ അടി തട്ടണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളെങ്ങനെയൊക്കെയോ റോഡ് മുറിച്ച് കടന്ന് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരമൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നതിന് മുന്നേ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് വന്ന് ആ രീതിയിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് മദ്യപിക്കാത്തൊരവസ്ഥ ഉണ്ടാവാം. അല്ലാണ്ട് ഞങ്ങൾ അത്തരത്തിലേക്ക് പൂർണ്ണമായിട്ട് തകർച്ചയിലേക്ക് എത്തണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു ഉദാഹരണം പറയുകയാണ്. ഒരു അക്കൗണ്ടിങ് സ്ഥാപനത്തിലെ പാർട്ണറായിരുന്ന ഫ്രെഡ് എന്ന് പറഞ്ഞ ആളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഫ്രെഡിന് ഈ പറഞ്ഞമാര് നല്ല വരുമാനമുണ്ട്, അയാൾക്ക് നല്ലൊരു വീടുണ്ട്, അയാളുടെ കുടുംബജീവിത കല്യാണമൊക്കെ കഴിച്ച് വളരെ സന്തുഷ്ടമായ ജീവിതത്തിലാണ് അയാൾ കഴിഞ്ഞിട്ടുള്ളത്. അയാളുടെ 2 മക്കൾ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ വളരെ എല്ലാവരെയും ആകർഷിക്കുന്നൊരു വ്യക്തിത്വമാണ് ഫ്രെഡിനുള്ളത്. അയാൾക്ക് നിറയെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അയാളുടെ ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ഏതൊരു കാര്യങ്ങളിലും ഇറങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വിജയശ്രീലാളിതനായൊരു ബിസിനസ്സുകാരനാണെങ്കിൽ അത് ഫ്രെഡ് അല്ലാതെ വേറൊരാളില്ല എന്നൊക്കെയാണ് ഫ്രെഡിനെ കുറിച്ച്. അപ്പോൾ അത്ര മിടുക്കനായ ഒരാളാണ് ഫ്രെഡ്. എല്ലാ കാര്യങ്ങളെയും വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു സ്വഭാവത്തിനുടമയാണ് അയാൾ. പക്ഷേ അയാളൊരു ആൽക്കഹോളിക്കാണ് ഇതൊക്കെ ഉണ്ടായിട്ടും. അപ്പോൾ ഫ്രെഡിനെ നമ്മുടെ പഴമക്കാർ കണ്ടുമുട്ടുന്നത് ഒരു ആശുപത്രിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്ന അയാളുടെ രോഗം അത് ഭേദപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയതാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആദ്യത്തെ ഒരു അനുഭവമാണ്. അയാൾക്ക് ഹലൂസിനേഷനൊക്കെ സംഭവിച്ചു കൊണ്ടുണ്ടായത്, മദ്യവാസക്തി കൊണ്ടുണ്ടായ ഞരമ്പ് രോഗങ്ങളൊക്കെ അദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളൊരു ലജ്ജാലുമാണ്. അപ്പോൾ ഇത്തരം ഒരു രോഗം എനിക്ക് ആദ്യമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ ഒരു മദ്യാസക്തിനെ സംബന്ധിച്ചുള്ള മറ്റുള്ളവരോട് പറയാനൊക്കെ ഒരു മടിയാണല്ലോ. അപ്പോൾ അയാൾ ഒരു അമിത മദ്യപാന രോഗിയാണെന്ന് സമ്മതിക്കുന്നതിനൊക്കെ ആൾക്കൊരു മടിയാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ ഞരമ്പിനൊക്കെ ന്യൂറോൺസിനൊക്കെ ഒരു വിശ്രമം കൊടുക്കാൻ വേണ്ടിയിട്ട്, നെർവിനൊക്കെ ഒരു വിശ്രമം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എത്തിയതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഡോക്ടർ നമ്മളെ ആൾക്കാരോട് പറഞ്ഞു അയാൾ വളരെ മോശമായ സ്ഥിതിയിലാണ് അയാൾ എത്തിയിട്ടുള്ളത് എന്നൊക്കെ അവർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രോഗത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ടെൻഷനിലാണ് ഇരിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവുക. കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചു കൊണ്ടും എന്താണ് ഈ നശിച്ച കുടി നമുക്ക് വന്നതെന്നുള്ളതൊക്കെ. അങ്ങനെ ഈ ഫ്രെഡ് കുടി നിർത്താൻ വേണ്ടി പൂർണ്ണമായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ താനെത്ര നല്ല സ്വഭാവമുള്ളവനാണെങ്കിലും എത്ര ഉറച്ച നിലപാടുള്ളവനാണെങ്കിലും കുടി നിർത്താൻ തനിക്ക് കഴിഞ്ഞേക്കില്ല എന്ന ചിന്ത ഫ്രെഡിനുണ്ടായിരുന്നില്ല. കുടിക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും തന്നെയാണ് ഫ്രെഡ് വിശ്വസിച്ചത്. മാത്രമല്ല ഫ്രെഡ് ഒരു അമിത മദ്യപാന രോഗിയാണ്, ഞാനൊരു ആൽക്കഹോളിക്കാണെന്ന് സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. അതിലുപരി ഫ്രെഡിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായ ഒരു പരിഹാരമുണ്ട് എന്ന കാര്യത്തെ അംഗീകരിക്കാൻ ഫ്രെഡ് ഒരു തരത്തിലും തയ്യാറല്ലായിരുന്നു. അയാളുടെ ഡിനേൽ സ്വഭാവം അയാൾക്ക് അത്രയധികം അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പഴമക്കാർ അദ്ദേഹത്തോട് എന്താണ് അമിത മദ്യപാന രോഗി എന്നും ആ ഒരു അമിത മദ്യപാന രോഗി ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞങ്ങൾ ഇങ്ങനെയാണ് ഇതിൽ നിന്ന് മോചിതനായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുമ്പോഴും അദ്ദേഹം അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അയാൾ പറഞ്ഞത് എനിക്കുണ്ടായിട്ടുള്ള ഈ ഒരു നാണം കെടുത്തുന്ന അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവങ്ങളുണ്ട്, എനിക്ക് കുറേ അറിവുകളും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മദ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്ന് അദ്ദേഹം കരുതുകയാണ്. അപ്പം അയാൾ സ്വയം നേടിയൊരു അറിവാണല്ലോ, സ്വന്തം അനുഭവമാണ്. ഈ പറയുന്ന രീതിയിൽ അയാൾ ഹോസ്പിറ്റലിൽ എത്തിയതൊക്കെ അയാളുടെ അനുഭവം തന്നെയാണ്. നമുക്ക് അയാളെ കുറ്റം പറയാനൊന്നും പറ്റില്ല. അയാൾ പറയുന്ന കാര്യം വളരെ കറക്റ്റാണ്. അദ്ദേഹം നേടിയ എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്. ആ അനുഭവത്തിൻ്റെ വെളിച്ചം, എൻ്റെ അനുഭവങ്ങൾ എന്നെ മുന്നോട്ട് നയിക്കുമെന്നാണ് ഫ്രെഡ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, നമ്മളൊരിക്കലും പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. ഒരാൾ ആ രീതിയിൽ സമ്മതിക്കാൻ തയ്യാറല്ല, ആയിക്കോട്ടെ. എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ നിർബന്ധിക്കുന്നൊന്നുമില്ല. വേണമെങ്കിൽ വേണ്ട, കുടിക്കാതിരിക്കൂ എന്നേ നമ്മൾ പറയുന്നുള്ളൂ. എക്ക് അങ്ങനെയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പഴമക്കാർ അദ്ദേഹത്തെ വിട്ടു. അപ്പോൾ ഫ്രെഡിനെ കുറിച്ച് പിന്നെ നമ്മൾ അടുത്ത ആളുകളെ നേടാനൊക്കെ നമ്മുടെ പഴമക്കാർ പോയി. പിന്നീട് വീണ്ടും ഫ്രെഡ് ഹോസ്പിറ്റലിലെത്തി എന്നുള്ളത് അറിയിപ്പ് കിട്ടി. അപ്പോൾ ആ തവണ കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ വലിയ മോശം അവസ്ഥയിലാണ് ഫ്രെഡ് എത്തിയിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ പഴമക്കാരെ കുറിച്ച് അറിയാം, ഇങ്ങനെ 7 ആളുകളുണ്ട്, അവരെ കാണണം എന്ന് ഡോക്ടറോട് പറഞ്ഞ് കാണാൻ വേണ്ടി എത്തി. അപ്പോൾ ഫ്രെഡ് നമ്മുടെ പഴമക്കാരുമായിട്ടൊരു കഥ പറയുകയാണ്. അപ്പോൾ കുടി എന്തായാലും നിർത്തണം, എൻ്റെ അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫ്രെഡ് ഹോസ്പിറ്റലിൽ വിട്ടുപോയത്. കുടി ഒരു കാരണത്തിൽ പറ്റില്ല, കാരണം കുടി അദ്ദേഹത്തിന് ഉണ്ടാക്കിയ മോശം അനുഭവങ്ങളൊക്കെ എനിക്കറിയാലോ. ആ ഒരു മുന്നോട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ആ ഹോസ്പിറ്റൽ ചികിത്സാലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഉറച്ച തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ള ബിസിനസ് കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം, കുടുംബത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഉറച്ച ചിന്തയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ മദ്യത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം തറപറ്റിയെന്നാണ് പറയുന്നത്. ഇനി ഫ്രെഡിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് പറയുന്നത്? ഞാൻ നിങ്ങൾ അമിത മദ്യാസക്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ആകർഷനായി. എനിക്കിനി ഒരിക്കലും കുടിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ആദ്യത്തെ കുടിക്ക് ശേഷം ഉണ്ടാകുന്ന ഭ്രാന്തമായ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ മദ്യത്തെക്കുറിച്ച് വളരെയേറെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള എനിക്ക് അങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന പരിപൂർണ ബോധ്യമുണ്ടായിരുന്നു. നിങ്ങളിൽ പലരെയും പോലെ അത്രയേറെ വലിയ നിലയിലുള്ള കുടിയനല്ല ഞാനെന്നും ഞാൻ എൻ്റെ മറ്റു പ്രശ്നങ്ങളിൽ മുഴുകി കുടിക്കാതിരിക്കുമെന്ന് ഞാൻ യുക്തിയുക്തമായി കരുതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരാജയപ്പെട്ടെടുത്ത് ഞാൻ വിജയിക്കുമെന്ന് ദൃഢമായി വിശ്വസിച്ചു. ആത്മവിശ്വാസമുള്ളവനായിരിക്കാൻ ധാരാളം കാരണങ്ങളുള്ളതായി എനിക്ക് തോന്നി. മദ്യം കഴിക്കാതിരിക്കുന്നതിന് എൻ്റെ മനഃശക്തി ഉപയോഗിക്കുകയും മദ്യത്തിനെതിരെ ജാഗ്രത പുലർത്തുകയും ചെയ്താൽ മതിയെന്നായിരുന്നു എൻ്റെ ധാരണ. ആ ഒരു ഖണ്ഡികയിലെ ഫ്രെഡിൻ്റെ അവസ്ഥ എന്താണ്, അമിത മദ്യപാനാസക്തി എന്നൊക്കെ നമ്മുടെ ആളുകൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ എനിക്കൊരിക്കലും ആ ഒരു അവസ്ഥ വരില്ല, കാരണം ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ട്. എൻ്റെ അറിവുകളെ ഞാൻ പ്രയോജനപ്പെടുത്തും. മാത്രമല്ല, എനിക്ക് എൻ്റെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എൻ്റെ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഭവങ്ങൾ എടുത്തിട്ട് ഞാൻ മുന്നോട്ട് പോകുമെന്ന അതിനെൻ്റെ മനഃശക്തി പ്രയോഗിക്കുന്നൊക്കെ തന്നെയാണ് ഫ്രെഡ് കരുതിയത്. ഫ്രെഡിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. സ്വാഭാവികമായിട്ട് അത്തരത്തിലേക്കുള്ള ആത്മശക്തി തന്നെയാണ് ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് വളരെ എത്തിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ആ ഒരു മാനസികാവസ്ഥയോടുകൂടി